നമസ്തേ. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ സഹകരണത്തോടെ കായംകുളം നഗരസഭ സ്ഥാപിച്ച വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇസ്ലാം മതപ്രാർത്ഥന. മന്ത്രി സജി ചെറിയാനും MLA യു പ്രതിഭയുമാണ് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. കായംകുളം നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. വെൽനസ് സെൻ്റർ തുടങ്ങിയത് മുസ്ലിം ലീഗ് കൗൺസിലറുള്ള 43-ാം വാർഡിൽ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലമായതിനാലാണോ ഇസ്ലാം മതപണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തിയത്? നമുക്ക് പരിശോധിക്കാം. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ, RJD നേതാവ് സലീം മടവൂർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ശശികലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീമതി ശശികല, ചാലിശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിൽ 2 മണിക്കൂർ നേരം റത്തീബാണെന്ന് തോന്നുന്നു, ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് ഹുസൈൻ, റാത്തീബ്, യെസ്, അതാണ് നടന്നത്. മേഡം, ഇത് മേഡത്തിൻ്റെ അറിവോട് തന്നെയാണോ ഇത് അവിടെ നടത്തിയത് 2 മണിക്കൂർ പ്രാർത്ഥന? അല്ല, ഏതായാലും പറഞ്ഞല്ലോ CPM LDF ആണ് അവിടെ ഭരിക്കുന്നതെന്ന്. തന്നെയല്ല, ഒരു കാരണവശാലും ഒരു പൊതുസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഒരിക്കലും ഈ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. മേഡം, അറിയാതെ എങ്ങനെയാണ് ഈ 2 മണിക്കൂർ ഇസ്ലാം മത പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥന നടന്നത്? അപ്പോൾ അതിനെ ആരാണ് മുൻകൈ എടുത്തത്? അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് 3 മണിക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ അവർകളാണ് ഉദ്ഘാടനം, MLA അധ്യക്ഷത വഹിക്കുന്നത്. ആ യോഗത്തിൽ ഞാൻ 2 മണിയാകുമ്പോൾ അവിടെ ചെന്നു. 2 മണിക്ക് 2 മണി തൊട്ട് വേറെ ഒന്നും അവിടെ ഒരു പ്രാർത്ഥനയോ ഒന്നും നടന്നതായിട്ട് എനിക്ക് അറിവുമില്ല. അങ്ങനെ ഒരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞു. അവസാനം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുകയും ആ വാർത്ത ഒരാൾ എനിക്ക് ഇട്ട് തരികയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്ന് രാവിലെ തന്നെ വന്ന് സെക്രട്ടറിക്ക് അതുമേൽ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മേൽ എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ? നടപടി കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു. ഇത് കേസെടുക്കാനുള്ള കത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി ആണെങ്കിൽ ഈ വസ്തുവിന്റെ കെട്ടിടത്തിന്റെ ഉടമ. അപ്പൊ സെക്രട്ടറി അറിയാതെ ഇതിനകത്തേക്ക് കയറി പറ്റിയത് എങ്ങനെയാണ്? അതൊരു പൊതുസ്ഥാപനമല്ലേ, ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ തുറന്നിട്ട് അവിടെ ബലൂൺ കെട്ട്, അതിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു മോടി ഉണ്ടല്ലോ, ആ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തുറന്നിടുമല്ലോ. അത് രാവിലെ തൊട്ട് തന്നെ അവിടെ അതിനു വേണ്ടിയുള്ള ചടങ്ങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത് നമ്മുടെ അവിടുത്തെ ആളുകളൊക്കെ കൂടെ തന്നെ, അവിടുത്തെ പ്രദേശവാസികൾ അടക്കം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഇവിടെ ഇങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന നടന്നതായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടതുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വഴി കണ്ടപ്പോഴാണ് അതുമേലുള്ള ഞാൻ പോലും അറിയുന്നത്. കാരണം അത് അദ്ദേഹം കുറച്ച് ആളുകളൂടെ കയറി ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗ് കൗൺസിലർ ഉള്ള സ്ഥലത്താണോ ഇത് അനുവദിച്ചിരിക്കുന്നത്, ഈ വെൽനസ് സെന്റർ? ഇനിയിപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയതാണോ ഇവരെ? അതും അറിയില്ല. കാരണം ഇവിടെ നമുക്ക് NH
CH പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് ആണ്. അത് വെച്ച് 3 വെൽനസ് സെന്റർ ആണ് തുടങ്ങാൻ ആരംഭിച്ചത്. ഉം. അതിനകത്ത് 2 ഉദ്ഘാടനം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. കാരണം സ്വന്തം കെട്ടിടം ഉണ്ട്, സ്വന്തം കെട്ടിടത്തിൽ തന്നെ അത് പിന്നെ ഈ വെൽനസ് സെന്റർ വെൽനസ് സെന്റർ ആരംഭിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഈ 43-ാം വാർഡിൽ നമുക്ക് നഗരസഭയ്ക്ക് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റി സെന്റർ ആണ് കൂടുതൽ നമ്മളത് എല്ലാം മോഡിഫൈ ചെയ്ത് നമ്മുടെ ഒരു വെൽനസ് സെന്റർ ആയിട്ട് എടുത്താൽ. മറ്റു 2 1 വർഷത്തിലധികമായി അത് തുടങ്ങി കഴിഞ്ഞിട്ട്. ഇത് ഇവിടെ കുറച്ച് പിന്നെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം കഴിഞ്ഞപ്പം തന്നെ നമ്മളത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ ആയിരുന്നു ഡേറ്റ്. ഇന്നലെ 2 മണി മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 മണിക്ക് ശേഷം അവിടെ യാതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആ പ്രാർത്ഥന നടത്തിയത് തെറ്റാണെന്നുള്ള ബുദ്ധിയുണ്ട്. അത് പിന്നെ ഇതൊരു ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ, ഇതൊരു പൊതു സ്ഥാപനമല്ലേ, ഒരു ആരോഗ്യ കേന്ദ്രമല്ലേ. അവിടെ അങ്ങനെ ആർക്കും കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ല. ഓക്കെ എന്തായാലും അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതിന് നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. യെസ്, ഓക്കെ മേഡം, ഞാൻ വരാം, ഒന്ന് തുടരണം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ റാത്തിബ് എന്ന് പറയുന്ന സാധാരണ പ്രാർത്ഥന തന്നെയാണോ? 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന എന്ന് ഞാൻ അറിഞ്ഞു. അതിൽ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത? ഇവിടെ നടന്ന പ്രാർത്ഥന ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളത് ഒരു ചിത്രമല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ 2 മണിക്കൂർ നീണ്ടു നിന്നു എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് എത്രത്തോളം നീണ്ടു നിന്നു എന്താണ് അത് അവരെന്താ അതിന് പേരിട്ട് വിളിച്ചതെന്നോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ആരാണ് അങ്ങനെ റാത്തീബാണ് എന്ന് പറഞ്ഞത് എന്നും എനിക്ക് എവിടുന്നാണ് ആ വിവരം കിട്ടിയതെന്ന് മനസ്സിലായിട്ടില്ല. എന്ത് തന്നെയായാലും ഒരു കാര്യം ഇതിനോടകം മനസ്സിലായത് പ്രകാരം ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഇസ്ലാം മത പ്രാർത്ഥന അവിടെ നടന്നിട്ടുണ്ട്. അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് വേറെ വിഷയമാണ്. നമ്മുടെ പ്രശ്നം അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രശ്നം. അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും അതവിടെ നടക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതിനിപ്പോൾ വെറുതെ ഒരു എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ ഓഫീസ് സമയത്തിന് ശേഷം രാത്രി അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു എന്തോ ഹോമമോ എന്തോ നടത്തി എന്നതിന്റെ പേരിൽ അവിടേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരും അതുപോലെ ഇടതുപക്ഷത്തിന്റെ ചുണക്കുട്ടികൾ അവിടെ കയറി കാട്ടിക്കൂട്ടിയ ഒരു സംഭവം ഇവിടെ ഉള്ളപ്പോൾ ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി അത് പക്ഷാഘാതം പിടിച്ച സ്ട്രോക്ക് വന്ന ഒരു നവോത്ഥാനം ആകാൻ പാടില്ല. അത് നേരെ ചൊവ്വയുള്ള സാധനമായിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്, സർക്കാർ സ്ഥാപനത്തിൽ മതപരമായ ചടങ്ങ് പാടില്ല എന്നതാണ് നിങ്ങളുടെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അത് ഏത് മതം വന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം തോറ്റുപോകുന്നത്. ഈ വിഷയം ഇവിടെ ചർച്ചയാകുന്നതും ആ ഒരു ഘട്ടത്തിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരിഫ്, അന്ന് ഗണപതി ഹോമം നടത്തിയത് സർക്കാർ വിദ്യാലയം ആയിരുന്നില്ല, അതൊരു അല്ലായിരുന്നിട്ട് പോലും അതിൻ്റെ മാനേജറാണ് ഗണപതി ഹോമം നടത്തിയത്. ഒരു പുതിയ ബിൽഡിങ് അവർ കെട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഗണപതി ഹോമം നടത്തിയ ശേഷമാണ് ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ചടങ്ങാണ്. അതാണ് അന്ന് അലങ്കോലപ്പെടുത്തിയത്. അതെ, അന്നത് ചർച്ചയാവുമ്പോൾ പറഞ്ഞത് സ്വകാര്യ സ്ഥാപനം എന്നുള്ളതല്ല, എയ്ഡഡ് സ്ഥാപനം എന്നാണ് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. എന്ന് വെച്ചാൽ അത് മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനം, പക്ഷെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. ഇതാണ് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ വരുമ്പോൾ പോലും അത് സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും. അതുകൊണ്ട് അവിടെ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് കൊലാഹലമൊക്കെ സൃഷ്ടിച്ചത്. ഇനി സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്നു, മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നു, ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്നു. അവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നതിന് നമുക്കൊന്നും പറയാനില്ല. കാരണം അത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ അന്ന് അവർ പറഞ്ഞ കാരണം ഇതാണ്, ഇത് സർക്കാർ ശമ്പളം കൊടുത്ത് നടത്തുന്ന തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിൽ, അതിനിപ്പോൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ എന്ത് തന്നെയായാലും അവിടെ അത് പാടില്ല എന്നും പറഞ്ഞിട്ടാണ് അന്ന് അവിടെ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മുനിസിപ്പൽ ആ ഒരു ബിൽഡിങ്ങിൽ ഉള്ള ഒരു സംവിധാനം അത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു വിഷയം പോലും വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് സ്ഥാപനമാണ്, പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ അധീനതയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിരിക്കെ അത് പൊതുവിടം എന്നുള്ള രീതിയിൽ മതേതരമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത
അവിടേക്കാണ് ഈ മതം തിരുകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി തിരുകുന്നതും പോട്ടെ, അതിലൊരു കുഴപ്പവുമില്ല എന്ന രീതിയിലൊരു നിലപാട് അതും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കാണുമ്പോൾ, അതിൽ സജി ചെറിയാനെ പോലെയൊക്കെയുള്ള ആളുകൾ വന്ന് നിന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇതേ സജി ചെറിയനാണെന്ന് തോന്നും, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ വിളിച്ച ആള് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇതുപോലെ ഇടയ്ക്ക് കയറി പറയാണെന്ന് സാർ കരുതരുത്. ആ. കാരണം ഇത് LDF-ന്റെയോ അല്ലെങ്കിൽ ഒന്നും അറിവോടെ അല്ല. LDF-ന്റെ അറിവോടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അപ്പൊ തന്നെ നടപടി എടുക്കാനുള്ള കഴിവുള്ള പിന്നെ ഭരണസമിതി തന്നെയാണ് LDF. അത് ചെയ്യുകയും ചെയ്യും. അത് അന്വേഷിച്ചാൽ മതിയാവും. അവിടെ ഈ മന്ത്രിയൊന്നും വലിച്ചഴിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, MLA അറിഞ്ഞിട്ടില്ല, ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഇവിടെ ഉദ്ഘാടനമൊക്കെ നടക്കുമ്പോ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് നാട്ടിലൊക്കെ പ്രചരിക്കുന്നത്. അപ്പോഴാണ് എനിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ശക്തമായ നടപടി എടുക്കാൻ ഒരു മടിയില്ലാത്ത അവിടേക്കൊന്നും മന്ത്രിയെയോ അല്ലെങ്കിൽ MLA ഒന്നും വലിച്ചഴക്കുകയല്ല നമ്മൾ. മന്ത്രി ആരെയും അങ്ങനെ ചർച്ച ചെയ്യുവാണെങ്കിൽ എനിക്കത് ഒഴിവാക്കേണ്ടി വരും. അത് ചർച്ച ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ആരെയും വലിച്ചഴക്കൊന്നുമല്ല ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അറിഞ്ഞല്ലോ, അന്നും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഒരു വിഷയം വന്നു കഴിയുമ്പോൾ, അറിഞ്ഞു കഴിയുമ്പോൾ അത് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്, അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ മന്ത്രി അതിനെ അനുകൂലിച്ചെന്നോ മന്ത്രി വിളിച്ചു ചേർത്ത ഉസ്താദുമാരാണ് ഇത് പ്രാർത്ഥിച്ചത് എന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ശശികല മാഡം അങ്ങനെ അതിനെ വളച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, അത് അറിഞ്ഞു കഴിയുമ്പോൾ, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആളുകളുണ്ട്. അവരിതിനകത്ത് ഇന്നിവിടെ ഭരണകക്ഷിയായിരിക്കെ അതിലൊരു മന്ത്രി അതിൽ പങ്കെടുത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏതെങ്കിലും വിധേന ഒരു എതിരഭിപ്രായമെങ്കിലും അതിനോടൊരു വിയോജിപ്പെങ്കിലും അറിയിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അതിവിടെ കാണുന്നില്ല എന്നതാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ മന്ത്രി അത് വിളിച്ചു ചേർത്തു എന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യവും നമുക്കില്ല. പക്ഷെ ഈ ഒരു വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മൾ പറയണ്ടേ? അവിടെ ഇതൊരു പരാജയം തന്നെയാണ്. ഏതായാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് പറയേണ്ടടുത്ത് അതുപോലും പറയാതിരിക്കുകയും ഇനി അത് പറഞ്ഞാൽ അത് അനാവശ്യമായിട്ട് വലിച്ചഴക്കുന്നു എന്നുള്ളൊരു പേടിയോ ഭയം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളും കൂടിയാണ് സത്യത്തിൽ ഇതിനൊക്കെ വഴി വെക്കുന്നത്. നിങ്ങളും കൂടിയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേണ്ട നടപടി സ്വീകരിച്ചു. അറിഞ്ഞപ്പോ തന്നെ ഇന്ന് രാവിലെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ച് വേണ്ട ശക്തമായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇപ്പം തൃശ്ശൂർക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളൊന്നും കയ്യും കെട്ടി നോക്കിയിരുന്നു കരുതരുത്. യെസ്, സന്ദീപ് വാചസ്പതി. സന്ദീപ്, കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സന്ദീപ്, എൻ്റെ ചോദ്യം കേട്ടോ. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവരറിയാതെയാണ് ഈ ഇസ്ലാം മത പണ്ഡിതർ ആ സ്ഥാപനത്തിനകത്ത് കയറി പ്രാർത്ഥന നടത്തിയത് എന്നാണ് പറയുന്നത്. ചർച്ചയിൽ മേഡം പങ്കെടുക്കുന്നുണ്ട്. അതെ, എന്തായാലും കായംകുളം ജനതയുടെ മഹാഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനാണ്. ഇത്രയും നല്ല ഒരു ചെയർപേഴ്സണെ കിട്ടിയതിൽ അവർ സന്തോഷിക്കണം. മാഡം അവിടെ നടക്കുന്ന ഒന്നും അറിയില്ല. സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം, മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയാത്ത ആളാണ് കായംകുളം നഗരസഭ. ഒരു മിനിറ്റ്. രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരുമ്പോൾ മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂ. അല്ല ശ്രീമതി ശശികല, അല്ല രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുന്നത് മാത്രം കേൾക്കാനല്ലല്ലോ. അത് പാർട്ടി കമ്മിറ്റി അല്ലല്ലോ. ഇത് ചർച്ചയല്ലേ. ചർച്ചയിലെ എതിരാളികൾ പറയുന്നതോടെ കേൾക്കണ്ടേ? ഇത്ര അസഹിഷ്ണുത കാണിച്ചാലോ? ഇത് പാർട്ടി ക്ലാസ്സിൽ ഇത് മാത്രമാണോ പഠിക്കുന്നത്? ഒരു ജനാധിപത്യപരമായ ഒരു ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം പറയാനല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കോളൂ, ഒരു വിഷയമൊന്നുമില്ല. അത് ചാനലുകാരുടെ തീരുമാനമാണ്. പക്ഷെ അത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാനാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും, നാളെ കായംകുളം ജംഗ്ഷനിൽ വലിയൊരു വിശദീകരണ യോഗം വെച്ച് പ്രസംഗിക്കായിരിക്കും നല്ലത്. അതല്ല, ഒരു ചർച്ചയ്ക്കാണ് വന്നതെങ്കിൽ എതിരാളികൾ പറയുന്നതോടെ കേൾക്കേണ്ടി വരും. നഗരസഭയുടെ കീഴിൽ വരുന്ന ഒരു കെട്ടിടമാണിത്. ഇതിന്റെ ഉടമസ്ഥൻ സന്ദീപ് തുടർന്നോളൂ. ഹലോ, സന്ദീപ് തുടർന്നോളൂ. അല്ല മാഡം പോയി, എനിക്കൊന്നും കാണാനൊന്നുമില്ല. മേഡം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീമതി ശശികല ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉണ്ട്.
ശരി. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു നടപടിയെ പറ്റി ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖനായ ഒരു മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ്, CPIM ഭരിക്കുന്നു നഗരസഭ, അവിടുത്തെ സ്ഥലം MLA CPIM. അവിടെ മന്ത്രി പങ്കെടുക്കുന്നതിന് മുൻപ് ആ ഒരു കെട്ടിടത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയും CPIMോ ഭരണകൂടമോ അറിഞ്ഞില്ല എങ്കിൽ എന്തൊരു ഇന്റലിജൻസ് വീഴ്ചയാണ് ശ്രീമതി ശശികല. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ എന്താ പറയുന്നത് എനക്കറിയില്ല എന്ന ഡയലോഗിന്റെ ആവർത്തനമാണെങ്കിൽ പോലും താങ്കൾ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നത് താങ്കളുടെ ആഭ്യന്തര വകുപ്പിനെയാണ്. ഇങ്ങനെ മന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ഒരു കെട്ടിടത്തിൽ, അല്പസമയത്തിനകം മന്ത്രി വരാൻ പോകുന്ന ഒരു കെട്ടിടത്തിൽ ഇത്രയേറെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം. ഇപ്പോൾ ഞാൻ ശ്രീമതി ശശികലയുടെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് പറഞ്ഞത് അവിടെ അങ്ങനെ ബലൂണ് കെട്ടാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നു, അവിടേക്ക് കുറെ ആൾക്കാർ കടന്നു വന്നു. അങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി ഒരു സർക്കാർ കെട്ടിടം കൈയയച്ച് കൊടുത്തു എങ്കിൽ താങ്കൾ ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ. താങ്കൾ ആ ചെയറിൽ ഇരിക്കാൻ അർഹയാണോ? താങ്കളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ചെയറിൽ ഇരിക്കാൻ അർഹയാണോ? അങ്ങനെയാണോ ഒരു മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പുള്ള പ്രോട്ടോകോൾ അങ്ങനെയാണോ? ആർക്കും കയറി നിരങ്ങാവുന്നത് പോലെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയെ തുറന്നിടുകയാണോ സംസ്ഥാന പോലീസ് ചെയ്യുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ ശ്രീമതി ശശികല, താങ്കൾ ഇവിടെ ഇത്രയും നേരം കുറ്റപ്പെടുത്തിയത് താങ്കളുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെയാണ്, താങ്കളുടെ പോലീസിനെയാണ്, പോലീസിന്റെ കഴിവുകേടിനെയാണ്, ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയത്തെയാണ്. ഇവിടെ അതൊന്നുമല്ല സംഭവിച്ചത്. ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു CPIM ഭരിക്കുന്ന ഒരു ഭരണസമിതിയിൽ ഒരു ലീഗ് മെമ്പർ ഉണ്ടായിപ്പോയി എന്നതുകൊണ്ട് ലീഗുകാരുടെ എന്തു തോന്നിവാസത്തിനും നഗരസഭയുടെ കെട്ടിടം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്രീമതി ശശികല ഞങ്ങൾ സാധാരണ ജനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? താങ്കൾക്കും താങ്കളുടെ ഭരണസമിതിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ലോ? താങ്കൾ അറിഞ്ഞപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇന്ന് രാവിലെ ഞാൻ വാർത്താ സമ്മേളനം നടത്താൻ കയറുന്ന സമയത്ത് എന്തോ സെക്രട്ടറി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ ഇതേപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. DMOയ്ക്ക് അറിയത്തില്ല, NHMന്റെ ഉദ്യോഗസ്ഥന് അറിയില്ല, അവിടെയുള്ള 3 സബ് സെന്ററുകളുടെയും ഈ മെയിൻ സെന്ററിന്റെയും ചുമതലയുള്ള ഡോക്ടർക്ക് അറിയില്ല, നഗരസഭാ സെക്രട്ടറിക്ക് അറിയില്ല, നഗരസഭാ ചെയർപേഴ്സൺ അറിയില്ല, സ്ഥലം MLAക്ക് അറിയില്ല, പങ്കെടുത്ത മന്ത്രിക്ക് അറിയില്ല. എന്ത് സംവിധാനത്തെ പറ്റിയാണ് ശ്രീമതി ശശികല താങ്കൾ സംസാരിക്കുന്നത്? അപ്പൊ ഞങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് എന്ത് വിലയാണുള്ളത്? അവിടെ ഒരു കൂട്ടം ഭീകരന്മാർ വന്ന് അഴിഞ്ഞാടിയിരുന്നെങ്കിൽ അപ്പോഴും താങ്കൾ പറയുമായിരുന്നു ഞങ്ങൾക്കറിയില്ല എന്തോ സംഭവിച്ചതെന്ന്. അപ്പൊ ഇതൊന്നും നിങ്ങൾ CPIMന്റെ പാർട്ടി ക്ലാസ്സിൽ അണികളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞുകൊള്ളൂ, പക്ഷെ അതൊന്നും ജനം വിശ്വസിക്കില്ല. പൊതുജനങ്ങളോട് പറയേണ്ട മറുപടിയും ഇതല്ല. ഞങ്ങൾക്കറിയേണ്ടത് അവിടെ അത് എങ്ങനെ സംഭവിച്ചു. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കാണോ വില, ശരീഅത്ത് നിയമത്തിനാണോ വില? ലീഗ് വിജയിച്ച വാർഡുകളിലൊക്കെ ശരീഅത്ത് നിയമമാണോ നടപ്പാക്കുന്നത്? എന്തുകൊണ്ടാണ് മാഡം ഇത് അറിയാതെ പോയത് താങ്കൾ? ഇവിടെ ചാലിശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വന്ന് പ്രാർത്ഥനാ നമസ്കാരം നടത്തിയത് താങ്കൾ അറിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ദേവിയത് ആവർത്തിക്കരുത്. ഇത് CPIM ലീഗും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകണ്ട. എന്തായാലും ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് നമ്മളുടെ ഈ എന്താ പറയുന്നത് സോക്കോൾഡ് മതേതര ഫാബ്രിക്കിന് വളരെയേറെ ആഘാതം ചെയ്യുന്ന ഒരു നടപടിയാണിത്. ഇങ്ങനെയല്ല ലീഗ് വിജയിച്ച വാർഡുകളിലൊക്കെ ശരീഅത്ത് നിയമമാണ് നടപ്പാക്കാൻ ഇറങ്ങുന്നത് എങ്കിൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? അങ്ങനെയല്ലല്ലോ. ഇതൊരു പൊതുഭരണകൂടമല്ലേ. അതിന് പണം മുടക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആരുമായിക്കൊള്ളട്ടെ, പൊതുജനത്തിന്റെ പണമല്ലേ. ആ പൊതുജനത്തിന്റെ പണം മുടക്കി നടത്തുന്ന സ്ഥാപനങ്ങളോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായാൽ മുസ്ലിം നിയമമാണ് അവിടെ നടപ്പാകുന്നത് എന്ന് വന്നാൽ എന്താണ് മാഡം ഈ നാടിന്റെ സുരക്ഷിതത്വം? അതായത് തങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊന്നും ജനാധിപത്യമില്ല, അവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാധാന്യമില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതിന് ചൂട്ടുപിടിച്ചത് താങ്കൾ നേതൃത്വം നൽകിയ നഗരസഭയല്ലാതെ പിന്നെ ആരാണ്? എന്നിട്ട് താങ്കൾ അന്തിച്ചർച്ചയിൽ വന്നിരുന്നിട്ട് കൈ കഴുകുക. ഇത്രയേറെ ഒന്നും അറിയാത്ത മാഡം എങ്ങനെയാണ് ഈ 5 വർഷം ഈ ഭരണം കൊണ്ടുപോയത്? കായംകുളം നഗരസഭയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി താങ്കൾക്ക് അറിയില്ലേ? അപ്പോ അവിടെ നടന്ന ലീഗിന്റെ എല്ലാ തോന്നിവാസത്തിനും മന്ത്രിയും MLAയും നഗരസഭാ ചെയർപേഴ്സണും ചേർന്ന് കൂടെ പിടിച്ചു കൊടുത്തു. നിങ്ങളുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ പരിപാടി നടന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്രീ ശശികല, നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പോലീസിലെ ഒരു ബ്രാഞ്ചാണ് അത്. ഇപ്പോൾ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ അവിടെ എത്തി ആ സ്ഥലം പരിശോധിക്കും. അതിലവർ വീഴ്ച വരുത്താറില്ല. അപ്പോൾ നേരത്തെ സന്ദീപ് പറഞ്ഞതുപോലെ
ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു വീഴ്ചയല്ലേ? അത് ഇൻ്റലിജൻസിൻ്റെ പരാജയം തന്നെയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീമതി ശശികല. ഞാനുണ്ട് ഞാൻ കേട്ടു. പറഞ്ഞോളൂ. അതെ, സന്ദീപ് പറഞ്ഞതെല്ലാം ശരിയൊന്നുമല്ല. കാരണം അവിടെ അന്ന് ഇന്നലെ ഉദ്ഘാടന ദിവസമാണ്. അപ്പൊ ഉദ്ഘാടന ദിവസം അവിടെ എല്ലാം എന്തായാലും ഉദ്ഘാടന ദിവസം ആകുമ്പോ കെട്ടിടവും മോടി പിടിപ്പിക്കുകയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കിയൊക്കെ ചെയ്യണമല്ലോ. അവിടുത്തെ ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോ അവര് ഭക്ഷണത്തിന് പോയി. ഞാൻ 2 മണിക്കാണ് ചെല്ലുന്നത്. ആ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഇത് അവിടെ സംഭവിച്ചാകാം, അതെനിക്കറിയില്ല. കാരണം നിങ്ങൾ പറയുമ്പോ അറിയില്ല എന്ന് പറഞ്ഞ ഇത് അറിയാത്ത കാര്യമല്ലേ. ഞാനും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് ഇത് അറിയുന്നത്. ഞാൻ 2 മണിക്ക് ചെന്നു എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ ചെന്നതിന് ശേഷം അവിടെ ഇതൊന്നും നടന്നിട്ടുമില്ല. ജീവനക്കാര് അവിടെ അവര് ഭക്ഷണം കഴിക്കാൻ പോയതുമാണ്. ഈ പറയുമ്പോ ആ വീഡിയോ തന്നെ കാണുമ്പോ 1-2 മിനിറ്റല്ലേ ഉള്ളൂ, ഒരുപാട് സമയമില്ലല്ലോ. ഈ 2 മണിക്കൂർ നേരം പറയുമ്പോ ഇതെന്താ, ഞാൻ ചോദിക്കേ വെള്ളരിക്കപ്പെട്ടണോ? 2 മണിക്കൂർ നേരമൊക്കെ ഇത് വെള്ളരിക്കപ്പെട്ടണാണോ എന്ന്. അതാ ഞാൻ ചോദിക്കുന്നത്, അത് തന്നെയാണ്. വെള്ളരിക്കപ്പെട്ടണമാണോ 2 മണിക്കൂറൊക്കെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ കയറി ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ആയാലും LDFന്റെ ആയാലും ആളുകൾ അവിടെ ഇരച്ച് കയറുമായിരുന്നു. അതിനൊന്നും യാതൊരു തർക്കവും വേണ്ട. അല്ല, അങ്ങനെ ഇരച്ച് കയറിയിരുന്നു. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നെടുമണ്ണൂർ LP സ്കൂളിലെ ഒരു പുതിയ കെട്ടിടം അല്ല, ആയിക്കോട്ടെ, അത് മണിക്കൂറുകളോളം നിങ്ങൾ ചെയ്ത കാര്യമാണ്. ഇത് 1-2 മിനിറ്റ് മാത്രമാണ്. അവിടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പൊ ഗണപതിയോ മണിക്കൂറോളം നടത്തിയതുകൊണ്ടാണ് അന്ന് ഡിവൈഎഫ്ഐക്കാർ ഇരച്ചു കയറിയത്. നിങ്ങൾ പറഞ്ഞില്ലേ 2 മണിക്കൂറാണെന്ന്. ഇത് 2 മിനിറ്റ് വീഡിയോ നോക്ക്, എക്സംഷൻ കൊടുത്തു. അപ്പൊ അതൊക്കെ കള്ളം പറഞ്ഞ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സ്ഥാപനം സ്ഥാപനത്തിൽ ഉൾക്കാണാൻ വരുമ്പോ ആ കെട്ടിടം തുറന്നത് അവിടെ പലരും വന്ന് കയറിയാണെങ്കിൽ പോവും. ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം, അങ്ങനെ നിരുത്തരവാദിത്ത ബോധത്തോടു കൂടി പറയരുത്. അവിടെ പലരും വന്ന് കയറിപ്പോന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഉദാഹരണത്തിന് അവിടെ ആരെങ്കിലും വന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മേഡം, ഒറ്റ കാര്യം, അവിടെ ആരെങ്കിലും വന്ന് ബോംബ് വെക്കുന്നു, അവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ബോംബ് പൊട്ടുന്നു, ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? മേഡം ഇതുപോലെ വന്നിട്ട് പറയോ ഞാനൊന്നും അറിഞ്ഞില്ല, അവിടെ ബലൂൺ കെട്ടാൻ കുറേ പേര് വന്നു, പിന്നെ അത് കഴിഞ്ഞ് അവർ പോയി, ഞാൻ 2 മണിക്കാണ്. ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറയാൻ പറ്റുമോ? അവിടുത്തെ ജീവനക്കാർ അവരത് മോടി പിടിപ്പിക്കാനും ഒക്കെ ഒരു സ്ഥാപനമല്ലേ. അത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ എന്തായാലും മോടി പിടിപ്പിക്കുമല്ലോ. അതിനുവേണ്ടി രാവിലെ അത് തുറന്നു, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ആ ഉച്ച വരെ അവരത് ചെയ്തിട്ട് അവര് ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇത് സംഭവിച്ചത്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാൻ ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാള് ഒരു കാരണവശാലും ഒരു സത്യപ്രതിജ്ഞ ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്താണ് കയറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അറിയേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അതെല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷൻ അടക്കം കേസ് കൊടുത്തിട്ടുണ്ട്. യെസ്, ശക്തമായ നിലപാട് സ്വീകരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത് അറിഞ്ഞപ്പോൾ മാത്രമാണ് അല്ലേ? അപ്പോഴാണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായത്. അല്ല രാത്രി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറി അത് തടസ്സപ്പെടുത്തിയപ്പോ അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആകെ 2 മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇത് മന്ത്രി കൂടി പങ്കെടുത്ത ഒരു ചടങ്ങാണ്. മന്ത്രി ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും, MLA അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർ ഇതിനെക്കുറിച്ച് ഒരു കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാത്? ശ്രീമതി ശശികല, മന്ത്രി പങ്കെടുത്ത ചടങ്ങാണ്, മന്ത്രിക്കറിയാം. മാത്രമല്ല ഇപ്പൊ പ്രതിഭയ്ക്കും അറിയാം. പക്ഷെ അവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? എപ്പോഴും ഇങ്ങനെ പറയേ. മന്ത്രി അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി ഇപ്പോഴറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. മന്ത്രി അറിയത്തില്ല. ഞാൻ പറയാനുണ്ട്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ടവർകളെ നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹം അത് ഇനി ഏത് വേദിയിലായാലും അദ്ദേഹം പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യം. പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല, MLA അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആര് പറഞ്ഞാതെ
ഇതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ക്ലിപ്പ് തന്നെ പുറത്തു വരുന്നത്. ജാമിദ ടീച്ചർ എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? അല്ലേ അനിൽ 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 ആ പറഞ്ഞു അനിൽ 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 ഒരു നിമിഷം. യെസ് ജാമിദ ടീച്ചർ ഒറ്റ മിനിറ്റ്. യെസ് സന്ദീപ് പറയും. അല്ല അല്ല ശ്രീമതി ശശികല, താങ്കൾ പറഞ്ഞതിനെ ശരി, താങ്കൾ ഇത്രയും നേരം പറഞ്ഞതിന് അതൊത്തിരി വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അവസാനം പറഞ്ഞ ഒരു പോയിന്റിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കട്ടെ. മന്ത്രി അറിഞ്ഞെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞില്ലേ ശ്രീമതി ശശികല ഈ സംഭവം കായംകുളം നഗരസഭയിൽ നടന്നിട്ട്? മന്ത്രിയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അത്ര മോശമാണോ? താങ്കളുടെ സ്ഥലം MLA എവിടെ പോയി? താങ്കളുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ അല്ലേ MLA? നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് എവിടെ പോയി? ജില്ലാ സെക്രട്ടറി എവിടെ പോയി? മന്ത്രി എവിടെ പോയി? ഇത്രയും നേരമായിട്ട് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കി ഇതിനെ തള്ളി പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഉണ്ടോ? ഇപ്പൊ ജനം ടിവിയുടെ ചർച്ചയിൽ വരുമ്പോൾ ശ്രീമതി ശശികലയ്ക്ക് മറ്റ് യാതൊരു ഓപ്ഷനുമില്ല. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അത് ചെയ്ത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന ഒരു ഒഴുക്കൻ മറുപടിക്കപ്പുറത്തേക്ക് ഇത് കാണിച്ചത് ഭരണഘടനാ ലംഘനമാണ്. അല്പം കൂടി മിതമായ ഭാഷയെ ഇട്ടുകൊണ്ട് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തമാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം താങ്കൾ എന്താ കാണിക്കാത്തത്? താങ്കളുടെ അല്ല ശ്രീമതി ശശികല, ഞാൻ എന്താണ് വളച്ചൊടിച്ചത്? താങ്കളുടെ പ്രാദേശികമായി നടന്ന ഒരു സംഭവം സംസ്ഥാന ഗവൺമെന്റിനെ അടക്കം മന്ത്രി അടക്കം MLA അടക്കം വലിച്ചെടുക്കേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്, പറഞ്ഞുതരാം. ഞാൻ ചോദിക്കാണ്, ഒരു പ്രാദേശികമായിട്ടുള്ള അല്ല അത് കറക്റ്റ് അല്ല അത് കറക്റ്റാ അല്ല അല്ല ആരിഫ് ഒരു നിമിഷം ആരിഫ് ഒരു നിമിഷം. അതായത് ശ്രീമതി ശശികല, താങ്കൾ ഇങ്ങനെ ഇത്ര നിഷ്കളങ്കയാവരുത് കേട്ടോ. താങ്കൾ ഒരു എന്താണ് പറഞ്ഞത്, ഡേഞ്ചറസ്ലി ഇന്നസെന്റ് ആയി പോയി ഇത്തരം ഒരു സംവാദത്തിൽ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വിഷയങ്ങളും പ്രാദേശികമാണ് മാഡം, അല്ലാതെ അന്താരാഷ്ട്രമായ എന്തെങ്കിലും വിഷയം സംഭവിക്കാറുണ്ടോ? നിങ്ങൾക്ക് പലസ്തീനിൽ നടക്കുന്ന ബോംബാക്രമണം കേരളത്തിൽ വലിയ ഭൂകമ്പമാണല്ലോ. കശ്മീരിൽ നടക്കുന്ന സംഭവം, ഉത്തർപ്രദേശിലെ ഏതോ പ്രദേശത്ത് നടക്കുന്ന സംഭവം, പലസ്തീനിലെ ഏതോ കുഗ്രാമത്തിൽ നടക്കുന്ന വിഷയം, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്, പോളിറ്റ് ബ്യൂറോയ്ക്ക്, ജില്ലാ സെക്രട്ടേറിയറ്റ് തുടങ്ങി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വരെ വലിയ ഭൂകമ്പമാണല്ലോ. ഇത് അമാനുഷികം. അല്ല നരഹത്യ നടക്കാൻ നോക്കിയിരിക്കുകയാണ്. അല്ല നരഹത്യ നടക്കാൻ നോക്കിയിരിക്കുകയാണോ ശ്രീമതി ശശികല? അപ്പൊ അതുകൊണ്ട് അത് നടക്കാൻ നോക്കിയിരിക്കുകയാണല്ലേ? താങ്കളുടെ ജില്ലയിൽ എത്ര നരഹത്യകൾ നടന്നു ഞാൻ പറയണോ മുസ്ലിം ഭീകരവാദികളെ കൊണ്ട്? അപ്പൊ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഓരോ പ്രദേശത്ത് നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ഇതേപ്പറ്റി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? യു പ്രതിഭയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? താങ്കളുടെ ജില്ലാ സെക്രട്ടറി R നാസറിന് വിവരം കിട്ടിയില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് വിവരം കിട്ടിയില്ലേ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിവരം കിട്ടിയില്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? എന്താ ഞങ്ങൾ ഇനി പറഞ്ഞു തരേണ്ടത്? ഇവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. താങ്കളെ ബലിയാടാക്കി ഇന്ന് ചർച്ചയ്ക്ക് വിട്ടതിന് ശേഷം താങ്കൾ ഇവിടെ വന്നിരുന്നിട്ട് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചു പോയി, അവിടെ ബലൂണ് കെട്ടാൻ വന്നതാണ്. 2 മണിക്ക് ഞാൻ വന്നു. എന്നാൽ ഞാൻ ഇനി താങ്കളോടൊരു കാര്യം പറയട്ടെ, 2 മണിക്ക് ശേഷമാണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഉച്ചയ്ക്കാണ് പ്രാർത്ഥന നടക്കുന്നത് അവിടെ. അതുപോലും താങ്കൾ കണ്ടിട്ടില്ല, പോയിക്കോട്ടെ. അപ്പോ ഇത്ര നിഷ്കളങ്കമായി ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ എന്താണ് പറയുന്നത്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. ഇത് നടന്നത് വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഇന്ത്യൻ മതേതര നിലപാടുകൾക്കേറ്റ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. അതിന് ചൂട്ടുപിടിച്ചവരാണ് കായംകുളത്തെയും ആലപ്പുഴയിലെയും CPMകാർ. യാതൊരു തർക്കവുമില്ല കരുതിൽ. ഓക്കെ ജാമിദ ടീച്ചർ. വാചസ്പതി പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, എന്തായിരുന്നാലും ശ്രീമതി ശശികല വന്നു കുടുങ്ങി. അവർക്ക് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ല. അറിയാമെങ്കിൽ തന്നെയും ഇവർക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാനും പറ്റില്ല. കാരണം പാർട്ടി തലത്തിൽ അങ്ങ് തലപ്പത്ത് നിന്ന് വരണം അതിനുള്ള മറുപടി. നാളെ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫാത്തിഹ, ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന എത്രയോ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇവിടെയുണ്ട്. ഇപ്പോ വാചസ്പതി പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് ശശികല സംസാരിച്ചിട്ടേ ഇല്ല.
അന്താരാഷ്ട്ര ഭീകരന്മാരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചിട്ട് പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ട് നടന്ന ഒരു ദേശീയ ഉത്സവം. ഇവര് പറയുന്നു എന്ത് വിഷയമുണ്ടെങ്കിലും ഞങ്ങള് അപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്ന്. കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേ വർഷത്തെ നോമ്പ് സമയത്ത് നോമ്പുതുറയ്ക്ക് കരുനാഗപ്പള്ളിയിലെ നഗരസഭയിലായിരുന്നു ബാങ്ക് വിളിച്ചിട്ട് നോമ്പുതുറ ഇവര് വെച്ച് ആചരിച്ചത്. അപ്പൊ ഇത് ഏത് രൂപമായിരുന്നാലും ശരി, എതിർഭാഗത്ത് വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അവരെ പ്രീണിപ്പിക്കുക, അവരെ സുഖിപ്പിക്കുക, അവരുടെ മതവികാരത്തിന് മങ്ങലേൽക്കുന്ന രൂപത്തിൽ ഒരു പ്രസ്താവനയും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകത്തില്ല. നമ്മൾ മദ്രസയ്ക്ക് കൊടുക്കുന്ന ഫണ്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സർക്കാർ തല ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ആശ്രിത പെൻഷൻ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം ആക്കണമെന്നുള്ള സമീപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിനിടയിലാണ് ഹമാസ് ഭീകരവാദികളുടെ തീവ്രവാദികളുടെ 24ഓളം രാജ്യങ്ങൾ തീവ്രവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച ഹമാസ് തീവ്രവാദികളുടെ ചിത്രവും പൊക്കിപ്പിടിച്ച് അതും ആനയെയാണ് ബലിയാടാക്കിയിരിക്കുന്നത്. ഈ ദേശീയ ഉത്സവത്തിന് ആരൊക്കെയാണ് സംഘടിച്ചിരിക്കുന്നത്? മുൻ ലീഗിന്റെ നേതാവാണ് പ്രസിഡന്റ്. ഇപ്പോൾ കോൺഗ്രസുകാരനായിട്ടുള്ള മുഹമ്മദ് കൊപ്പമുണ്ട് അതിനകത്ത്. സെക്രട്ടറി ആര? CPM നേതാവും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീനിവാസൻ. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടാകുമോ? 100 കണക്കിന് സ്ത്രീകൾ, കുട്ടികൾ, ഇവരൊക്കെ ഉൾപ്പെടുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഹമാസ് ഭീകരരാണ് ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറും. എന്താ അവർക്ക് കൊടുത്തിരിക്കുന്ന പേര്? തറവാടീസ് തെക്കേ ഭാഗം. അടിപൊളി. ഇതിനെ സംബന്ധിച്ചിട്ടൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒന്നും പറയാനില്ല. മിന്നൽപ്പട തെക്കേ ഭാഗം ഈ സംഘടനകളുടെ പേരിലാണ് ഇത് എഴുന്നള്ളിച്ചിരിക്കുന്നത്. പള്ളി നേർച്ച, പള്ളിപ്പെരുന്നാള്, ഉറൂസ്, ഇതൊക്കെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പങ്കെടുക്കാം, ആഘോഷിക്കാം. ഇതൊക്കെ മനുഷ്യന്മാർ ഉത്സവമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് മതതീവ്രവാദികളുടെ ചിത്രങ്ങൾ വന്നിരിക്കുന്നത്? ഇതൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന വസ്തുതയാണ്. തൃത്താലയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങള് വളരെ ശക്തമായി നടക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാകും. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിൽ നിരവധി ആളുകളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ വോട്ടിന് വേണ്ടി മാത്രം മതതീവ്രവാദി ശക്തികളെ മത്സരിപ്പിച്ച് പ്രീണിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. MP രാജേഷിനെ പോലെ MLA ആണ്, മുൻ MLA VT ബൽറാം, ഇവരൊക്കെ തൃത്താലയിലുള്ള സമയത്താണ് ഇതൊക്കെ അവിടെ നടക്കുന്നത്. തീവ്രവാദികൾക്ക് ഇതിലും വലിയ പ്രോത്സാഹനം എവിടെ നിന്നാ കിട്ടേണ്ടത്? 2 മതേതരന്മാരും ഉറൂസിൽ പങ്കെടുത്ത് തീവ്രവാദികൾക്ക് എല്ലാ രൂപത്തിലുള്ള ആശംസകളും പിന്തുണയും നൽകുന്നു. ഈ മതതീവ്രവാദികളുടെ നടപടികളെ അപലപിക്കാനുള്ള ചങ്കൂറ്റം, അതല്ലെങ്കിൽ ഇത് അപലപനീയമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എത്ര പേര് കാണിക്കും? ജിഹാദികളുടെ ഈ നാറിയ പ്രകടനത്തില് നാണം കെട്ട് കേരളം കരുവാക്കിയതാരെയാ? നെറ്റിപ്പട്ടം കെട്ടിയ ആനകളെയോ? ആനകളുടെ മുകളിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങള്. എന്നിട്ട് പാലക്കാട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ വിഷയത്തില്? കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വലിയ രൂപത്തിലൊരു ദൃശ്യമുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഭാഗത്ത് കുറെ വിദ്യാർത്ഥിനികൾ, മറുഭാഗത്ത് കുറെ വിദ്യാർത്ഥികൾ. ഇവര് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെ യുവതലമുറയെ ആകർഷിപ്പിക്കാമെന്നാണ്. അവരെ പ്രധാനമായിട്ടും പ്രമേയമാക്കിയിരിക്കുന്നത് 2022 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ ഹമാസ് ഭീകരർ നടത്തിയ ജൂത കൂട്ടക്കൊലകളെ എങ്ങനെ നമുക്ക് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാം, എങ്ങനെ നമുക്ക് മഹത്വവൽക്കരിക്കാം. ഇവരാരാ? ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിന്റെ ജിഹാദി കൂട്ടായ്മ. ഇവർക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റും. ഹമാസ് നേതാക്കളുടെ ഫോട്ടോ പാലക്കാട് തൃത്താലയിലെ ഉറൂസിന്റെ പള്ളി നേർച്ചയിൽ ആനപ്പുറത്ത് ഉയർത്തി കാണിച്ചത് അപലപനീയമാണ് എന്ന് പറയാൻ ഈ ശശികലയ്ക്ക് സാധിക്കുന്നുണ്ടോ? ശ്രീമതി, താങ്കളൊന്ന് പറ അതിനെ സംബന്ധിച്ചിട്ട്. ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്തുന്ന ഈ തീവ്രവാദ സംഘടനകളുടെ, തീവ്രവാദ നേതാക്കളുടെ ഒക്കെ ഫോട്ടോകള് മലപ്പുറത്ത് ഈ തീവ്രവാദ സംഘടനയുടെ നേതാവായ ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് ട്രാവൽ ബാനിങ് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ അവർ വിർച്വൽ മീറ്റിംഗിനാണ് ഇവർ നേതൃത്വം കൊടുത്തത്. ഇത് ഹമാസ് നേതാക്കളുടെ ഫോട്ടോകൾ പകർത്തിയ ഈ രീതി ഉണ്ടല്ലോ, ഇത് ഒരിക്കലും ഈ 2 മിനിറ്റ് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. 2 മിനിറ്റ്, 1 സെക്കൻഡ് അന്ന് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ഇത് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിന്റെ നിലപാടാണോ, മൊത്തമുള്ള സമുദായത്തിന്റെ നിലപാടാണോ, അതോ നമ്മുടെ സർക്കാരുകൾ ഈ മതമൗലികവാദ ഭീകരവാദികളുടെ നിലപാടിനോട് മൃദു സമീപനം സ്വീകരിക്കുകയും ഇതിനെ സൈലന്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് ഇവരുടെ നിലപാട് തന്നെയാണോ? മറ്റു മതസ്ഥരായി പോയതിന്റെ പേരിൽ മാത്രം ഗർഭിണികള്, വൃദ്ധര്, സ്ത്രീകള്, കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള നിരപരാധികളായിട്ടുള്ള 1400ഓളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത്
അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു പിഞ്ചു പൈതലിന്റെ തലയും ഉടലും വേർപെടുത്തിയിട്ട് ജീവനോടെ എത്രയോ കുരുന്നുകളെ കുഴിച്ചു മൂടിയ ഇവരെ പോരാളികൾ എന്ന് പറയാൻ സാധിക്കുന്ന ഇവർക്ക് മൗനമായിട്ട് അനുമതി നൽകുകയും ഇവരെ സൈലന്റ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരികയും ഇവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ കക്ഷികളുടെയും അതേപോലെ മതേതര നവോത്ഥാന നായകന്മാർ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യും ഇവര് പല വിഷയങ്ങളെ സംബന്ധിച്ചിട്ടും. ഈ വിഷയങ്ങൾ ഇവർക്ക് ചർച്ചയേയല്ല. ഇവരോട് നമുക്ക് ചോദിക്കാനുണ്ട്, ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവര് പിന്തുണ നൽകുന്നുണ്ടോ? ഹമാസ് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ അടർത്തി മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധരെയും മതേതര വിരുദ്ധരുമായ ഈ തീവ്രവാദികളെ എങ്ങനെയാണ് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഒക്ടോബർ 7 ഇസ്രായേലിൽ മാത്രമല്ല ലോകത്തെവിടെയും അത് ആവർത്തിക്കപ്പെടും. നമ്മുടെ രാജ്യത്ത് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്, പ്രതികരിക്കേണ്ടി വരുന്നത്. തുർക്കിയിലെ ഏതോ ഒരുത്തൻ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഖലീഫ, അവനെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിലാണ് 1921 ഇവിടെ ആരംഭിച്ചത്, ഇവിടെ ആവർത്തിക്കപ്പെട്ടത്. അവിടെയും ഇരകളാക്കപ്പെട്ടതാരാ? ഒരുപാട് ഹിന്ദു മതസ്ഥർ. അവരെ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും തൂവൂർ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞത് എന്തായിരുന്നു നമുക്കറിയാം. ഈ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോഴേക്ക് ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇവർക്കാർക്കും പറയാനില്ല. ലോക മുസ്ലിം രാഷ്ട്രങ്ങൾക്കില്ലാത്ത എന്ത് വേദനയാണ് ഹമാസ് ഭീകരവാദികളെ സംബന്ധിച്ചിട്ട് ഇവർക്കുള്ളത്. UAE പറയാൻ പറ്റില്ല ഹമാസിനെ സംബന്ധിച്ചിട്ടൊന്നും. ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രതിഷേധക്കാരെയാണ് UAE ബ്രട്ട് കൽപ്പിച്ച് ട്രാവൽ ബാൻ ചെയ്ത് പാസ്പോർട്ട് അടിച്ച് കയ്യിൽ കൊടുത്തത് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട്. എത്രയോ ആളുകൾ ഇന്നും സൗദിയിൽ ജയിലിൽ കഴിയുന്നുണ്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ ഓരോ മുസ്ലിം തീവ്രവാദി, ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട്. അവര് സന്ദർഭോചിതമായിട്ട് മാത്രമേ അവര് പുറത്തേക്ക് ചാടൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന ക്യാപ്സൂളുകൾ ന്യായീകരണ തൊഴിലാളികൾ വരുന്നത് അങ്ങനെയാണ്. എവിടെയായാലും ഇവർക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ആ മുസ്ലിമിനെ ഇല്ലായ്മ ചെയ്യുക. മഹാകുംഭമേളക്കകത്ത് നമസ്കരിച്ചവന്റെ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? ട്രെയിൻ ചവിട്ടി തകർത്തവന്റെ ചിത്രം നമ്മൾ കണ്ടില്ലേ? കള്ളനോട്ടുമായിട്ട് കുംഭമേളയിലേക്ക് വന്നവനെ നമ്മൾ കണ്ടില്ലേ? അതിനെ തകർക്കണമെന്നും എത്ര കാഫിറുകൾ ഇല്ലാതാകുന്നു അത്രയും നമുക്ക് സന്തോഷമെന്ന് പറയുന്ന മുസ്ലിം ഭീകരനെ നമ്മൾ കണ്ടില്ലേ? മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ മറ്റു മുസ്ലിങ്ങൾ അതിനെ മറക്കണം. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എല്ലാ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ, തീവ്രവാദം ചെയ്താൽ, രാജ്യവിരുദ്ധത ചെയ്താൽ നമ്മൾ തൽക്കാലം മിണ്ടാതിരിക്കണം. ശരി, മുസ്ലിം മാധ്യമങ്ങളും മുസ്ലിം നവോത്ഥാന നായകരും മിണ്ടാതിരിക്കണം, നമുക്ക് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘാടകരെ മിണ്ടാതിരിക്കുന്നു. സലിം മടവൂർ, രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കായംകുളം നഗരസഭ സ്ഥാപിച്ച വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇസ്ലാം മത പ്രാർത്ഥന, മറ്റൊന്ന് തൃത്താല ഉറൂസ് ആന എഴുന്നള്ളത്തിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആണ് പ്രദർശിപ്പിച്ചത്. ഈ രണ്ട് വിഷയങ്ങൾ എന്താണ് താങ്കളുടെ നിലപാട്, അഭിപ്രായം? അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഒന്നാമത്തത് ഒന്ന് ആലപ്പുഴ കായംകുളത്ത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം കുറെ സന്യാസിമാരെ മത പുരോഹിതരെ കൊണ്ട് നടത്തിയൊരു രാജ്യമാണ് ഇന്ത്യ. അത് കണ്ട് ഏതെങ്കിലും ന്യൂനപക്ഷത്തിന്റെ ആളുകൾ കുറെ ഇസ്ലാമിക പണ്ഡിതന്മാരെ കൊണ്ടുവന്ന ഒരു പരിപാടി സർവ്വമത പ്രാർത്ഥന ഉണ്ടായിരുന്നു പാർലമെന്റിന്റെ അകത്ത്. ഒരു സർവമത അത് നിങ്ങൾ വേറെ നടത്തിപ്പോൾ, അതല്ല ഞാൻ പറയുന്നത്. മതപുരോഹിതന്മാര് ഒരു മതവും സർവ്വമതവും ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയമായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിന് പകരം കുറെ മതപുരോഹിതരെ കൊണ്ടുവന്ന് സന്യാസിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിന് അവിടുത്തെ ആ യോഗത്തിൽ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിലാണെന്ന് എനിക്ക് തോന്നുന്നത്, കുറെ സന്യാസിമാർ വന്നിരുന്നു കൊണ്ട് അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നു. അപ്പൊ ഇതൊന്നും ശരിയല്ല. ഒരു മതത്തിന്റെയും ഒരു പ്രാർത്ഥനയും ഒരു ചടങ്ങും രാഷ്ട്രീയ അതേപോലെ തന്നെ സർക്കാർ പരിപാടികളിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപലപിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെ വിമർശിക്കാത്തത് എല്ലാത്തിനും എല്ലാവരും ഞാനിതാ പറയുന്നത്, ഞാൻ എന്റേതായ എന്നെയല്ല നിങ്ങളിപ്പോ ചർച്ചയ്ക്ക് അല്ല. സലീം മടവൂർ മന്ത്രിയും MLA പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ഇത്. എന്നിട്ട് പോലും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഈ മൗനം? ഞാൻ എന്റെ നിലപാട് പറയുന്നു. എനിക്ക് കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് ജനം യാത്രയിലാണ്. നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഈ ചർച്ചയിൽ പെട്ടെന്ന് കയറിയതാണ്. അപ്പോ എന്നെ സംബന്ധിച്ചുള്ള നിലപാട് പൊതു നിലപാടാണ്. ഒരു സർക്കാർ പരിപാടികളിലും മതപരമായ പ്രാർത്ഥനകളോ ചടങ്ങുകളോ പാടില്ല. അത് രാഷ്ട്രീയമായി പൊതു പരിപാടികളായി മാത്രം നടത്തേണ്ടതാണ്. അത് ഇന്ത്യൻ പാർലമെന്റിലായാലും ഉത്തർപ്രദേശിലെ മന്ത്രിസഭാ യോഗത്തിലായാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായാലും എവിടെയായാലും ഇനി കായംകുളത്തെ അവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് റാത്തീബോ മതപരമായ പ്രാർത്ഥനയോ നടത്തിയതായാലും
ഒന്നും ശരിയല്ല, അംഗീകരിക്കാൻ കഴിയില്ല. മതപരമായ ചടങ്ങുകൾ അത്തരം ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തണം. എല്ലാത്തിനെയും ഒരേ കണ്ണുകളോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം. അതിനെ ഒക്കെ ഞാൻ അപലപിക്കുന്നു. പാടില്ലാത്തതാണ്, അംഗീകരിക്കാൻ കഴിയില്ല. അത് പൊതുപരിപാടിയായി നടത്തണം. ഏത് സാഹചര്യത്തിലാണ് മതപരമായ അത്തരം പ്രവർത്തനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അത് ശരിയല്ല. അത് മതത്തിന്റെ പരിപാടികളും ഈ രാഷ്ട്രീയ പരിപാടി, അതായത് സർക്കാർ പരിപാടികളുമാണ് നടത്തേണ്ടത്. അല്ലാതെ രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായി വിയോജിക്കുന്നു. എനിക്ക് അതിനോടൊരു യോജിപ്പില്ല. രണ്ടാമത് നിങ്ങൾ പറയുന്നത് തൃത്താലയിൽ ഒരു ഉറൂസിന്റെ ചിത്രമാണ് ഇപ്പോൾ വീണ്ടും കാണിക്കുന്നത്. എനിക്ക് അതിന്റെ വാർത്ത മുഴുവനായി നിങ്ങൾ അയച്ചു തന്നു. കാരണം ഞാൻ പറയട്ടെ, അതൊന്നും ഞാൻ വലിയൊരു ഇസ്ലാമിക പണ്ഡിതനൊന്നുമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്നാൽ ഇസ്ലാമികമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. എന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ പറയാമെന്ന് ഞാനല്ല. പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം ആ ഉറൂസ് നടത്തുന്നത്, ഞാൻ പഠിച്ച ഇസ്ലാം മതപ്രകാരം ആ ഉറൂസ് അത്തരത്തിൽ ആനയെ കൊണ്ടുവന്ന് ഉറൂസ് നടത്തുന്നത് തന്നെ ഇസ്ലാമികമല്ല. അതൊരു ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ അത്തരം ഉറൂസും പരിപാടികളും ഒക്കെ നടത്തുന്നത്. ഇങ്ങനത്തെ ഉത്സവങ്ങളൊന്നും ഇസ്ലാം മതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ചർച്ചയ്ക്ക് ഞാനില്ല. ഞാൻ എന്റെ നിലപാട് പറയുന്നു. അപ്പൊ അതിനങ്ങോട്ട് പിന്നെ ഹമാസിനെ നിങ്ങൾ ഭീകരവാദിയെ ചിത്രീകരിക്കുന്നതിനോട് യോജിക്കൂല. ഹമാസിനെ ഭീകരവാദിയെ ചിത്രീകരിക്കണമെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, താന്തിയ തോപ്പി അടക്കമുള്ള, അതേപോലെ ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുമ്പോൾ, ഒരു ജനവിഭാഗത്തെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തുന്ന, ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആളുകളെ നിങ്ങൾ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ആയിരക്കണക്കിന് പലസ്തീൻ കുഞ്ഞുങ്ങളെ, ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയെ നിങ്ങൾ ആ താറടിക്കാൻ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അവിടെ തൃത്താലയിൽ ഞാൻ കണ്ട വീഡിയോ, ചെറിയ വീഡിയോ, അവിടെ നടക്കുന്ന ഈ പരിപാടികളൊന്നും ഹമാസ് എന്ന് മാത്രമല്ല, ലോകത്ത് നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന സംഘടനകൾക്കൊപ്പമാണ്. ഓക്കെ യെസ് നിലപാട് വ്യക്തമാണ്. സന്ദീപ് വാചസ്പതി, പാർലമെന്റിനകത്ത് പുരോഹിതന്മാരെ പങ്കെടുപ്പിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇസ്ലാം മതപണ്ഡിതന്മാർക്ക് ആയിക്കൂടാ? അങ്ങനെ ഒരു ധ്വനിയാണ് ഉണ്ടായത്. അല്ല സലീം മടവൂർ, താങ്കൾ എന്താ ചെയ്തത്? ആദ്യം ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു, പക്ഷേ താങ്കൾ താരതമ്യം ചെയ്തത് അങ്ങനെയാണ് അല്ലേ? പാർലമെന്റിനകത്ത് പുരോഹിതരെ കൊണ്ടുവന്നു, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ആയിക്കൂടാന്നാണല്ലോ, അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശരി ഓക്കെ സന്ദീപ്. അതേസമയം ഹമാസിനോട് ഉള്ള പിന്തുണ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഭീകര സംഘടനയേ അല്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ സലീം മടവൂറിനെ മതവും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതിൻ്റെ കുഴപ്പമാണിത്. മതവിശ്വാസം വേറെ, സാംസ്കാരിക പ്രവർത്തനം, സംസ്കാരം, ജീവിതശൈലി വേറെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തലയ്ക്കകത്തുള്ള സെമിറ്റിക് ചിന്താഗതി മാറി, ഞാനല്ലാത്ത മറ്റൊന്നും ഈ ലോകത്തിൽ ശരിയല്ല എന്ന് പറയുന്ന ചിന്താഗതി മാറ്റിവെച്ച് സംസ്കാരത്തെയും മതത്തെയും വേർതിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഉണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം ഹമാസ് ഭീകരന്മാർ, പോരാളികളും വിശുദ്ധന്മാരും വിസ്മയവും താലിബാൻ വിസ്മയവും ഒക്കെ ആകും. നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള മതഭ്രാന്തിൻ്റെ, സങ്കുചിത ചിന്തയുടെ ഒക്കെ ബഹിസ്ഫുരണം മാത്രമാണ്. അത് അങ്ങേക്ക് കാലം ചെല്ലുമ്പോൾ മാറും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ പാർലമെന്റിനകത്ത് ഈ എന്താ പറയുന്നത് മത ചടങ്ങുകൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് ഒരു സെക്കൻഡ്, സലീം മടവൂരിന്റെ മാത്രം പ്രശ്നമല്ല. 3-ാമത്തെ വയസ്സ് മുതൽ തലയിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തെ സംബന്ധിച്ചിട്ടാണ്. പ്രവാചകനും ഇത് തന്നെയാണ് ചെയ്തത്. പ്രവാചകന്റെ പറയരുത്. ഞാൻ എന്നെ മതത്തിന്റെ വക്താവായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. മതമായിട്ട് കൂട്ടിക്കളിക്കുന്നത് ഞാൻ മതത്തിൽ വെറുതെ പറയരുത്. എന്തെങ്കിലും പറയരുത്, എന്തെങ്കിലും ഇടയ്ക്ക് കയറി പറയരുത്, കള്ളത്തിൽ പറയരുത്. ഞാൻ പറഞ്ഞതിനെ പറയാം. ഞാൻ പൊളിറ്റിക്കൽ വ്യൂ ആണ് പറഞ്ഞത്. അതിനെ മതമായിട്ട് കൂട്ടിക്കളിക്കണം. എന്നെ മതത്തിന്റെ പ്രതിനിധി അല്ല, എന്തിനാ പറയുന്നത്? ഞാൻ അല്ല, പിന്നെ അതിന് മതമായിട്ട് കൂട്ടിക്കളിക്കുന്നത് എന്തിനാണ്? ഞാൻ എന്റെ പൊളിറ്റിക്കൽ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അതെ, പോരാളികളാണ്. അതിന് നിങ്ങൾ മതമായിട്ട് കൂട്ടിക്കളിക്കുന്നത് ഞാൻ എന്റെ നിലപാടാണ് പറഞ്ഞത്. ഓക്കെ ഒരു മിനിറ്റ്, ഞാനൊന്ന് സന്ദീപ് ഒന്ന് പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഞാൻ വരാം. യെസ് സന്ദീപ്.
അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പോയി. അതായത് അപ്പൊ ഈ പാർലമെന്റിലും അല്ലെങ്കിൽ മറ്റു പൊതുചടങ്ങുകളിൽ ഗണപതി ഹോമം നടത്തുന്നു, തേങ്ങ ഉടയ്ക്കുന്നു, ഇതൊക്കെയാണല്ലോ സലീം മടവൂരിനെ പോലെയുള്ള ആൾക്കാർ ഇത്തരം മതചടങ്ങുകളുമായി സമീകരിക്കുന്നതിന് വേണ്ടി എടുത്തു കാട്ടുന്ന ഉദാഹരണം ഇതൊക്കെയാണല്ലോ. ശ്രീമാൻ സലീം മടവൂര്, അത് നമ്മുടെ നാടിൻ്റെ ജീവിത രീതിയാണ്. അതിനൊന്നും മതവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് നരേന്ദ്രമോദിയോ ഭാരതീയ ജനതാ പാർട്ടിയോ അധികാരത്തിൽ കയറിയ ശേഷം ഭാരതത്തിൽ ഉണ്ടായ ശീലവും അതല്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ പറയാം. 947 മുതലാണല്ലോ നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ഉണ്ടായത്. അതിനൊക്കെ എത്രയോ ദശാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ട്, പോയിക്കോട്ടെ. 47 മുതൽ ഉണ്ടായ ഒരു ഇന്ത്യ ഉണ്ടല്ലോ നിങ്ങളെ സംബന്ധിച്ച്. ആ 47 മുതൽ 52 ഇന്ത്യയിലെ ഒന്നാം തെരഞ്ഞെടുപ്പ് നടത്തി നെഹ്റു അധികാരത്തിലേറിയ കാലം മുതൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ അപ്പോസ്തലനാണല്ലോ നെഹ്റു. അപ്പം നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ നടന്നു വന്നിരിക്കുന്ന ഒരു ചര്യയാണിത്. ഇനി നെഹ്റുവിന്റെ പുറകോട്ടേക്ക് പോകണേ ഞാൻ പോകാം. നിങ്ങളുടെ ദൈവം നെഹ്റു ആയതുകൊണ്ട് ഞാൻ നെഹ്റുവിനെ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിരുന്നത്. അത് ISRO റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴാണെങ്കിലും അത് വിക്രം സാരാഭായിയുടെ കാലഘട്ടം മുതൽ ഇങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. ഇന്ന് അങ്ങനെ ചെയ്യുന്നു, നാളെയും അങ്ങനെ തന്നെ തുടരും. അതിനെ നിങ്ങൾക്ക് മതവുമായി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രായമുള്ള മനുഷ്യന്റെ ദേഹത്ത് കാലുകൊണ്ട് തൊട്ടാൽ തൊട്ടു നെറ്റിക്ക് വെക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ ഹൈന്ദവമാണ്. പക്ഷെ അതിനെ സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് നാം കാണുന്നത്. നിലവിളക്ക് കത്തിക്കുന്നു, ഹൈന്ദവമാണ്. അത് സാംസ്കാരിക പ്രവർത്തനമായാണ് കാണുന്നത്. ഒരു പുസ്തകം താഴെ കിടക്കുമ്പോൾ അതേ ചവിട്ടുന്നു, അത് തൊട്ടു നെറ്റിക്ക് വെക്കുന്നു എന്നുള്ളത് തീർച്ചയായും പിന്തിരിപ്പനാണ്, ഇന്ത്യനാണ്, ഹൈന്ദവമാണ്. എന്തു ചെയ്യാം, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ അത് പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് സലീം മടവൂരൊക്കെ തൽക്കാലം അത് സഹിച്ചേ മതിയാവുകയുള്ളൂ. ഇന്ത്യയുടെ ജീവിത രീതി മാറുന്നത് വരെ അതെന്തായാലും സമീപകാലത്തൊന്നും മാറാൻ പോകുന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് താങ്കൾക്ക് പാർലമെന്റിലെ കാര്യവും ISRO റോക്കറ്റ് വിടുമ്പോഴത്തേക്കും ഗണപതി ഹോമം, നിലവിളക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഹാലിളകുന്നത്. അവിടെ നിന്നുകൊള്ളട്ടെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ സർക്കാർ ചടങ്ങുകളിൽ വന്ന് ദുആ ചൊല്ലാം, ഹദീസ് ചൊല്ലാം, ആയത്തുകൾ പറയാം എന്നൊന്നും ദയവ് ചെയ്ത് ധരിക്കേണ്ടതില്ല. അത് നമ്മൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ശക്തമായ നിയമ പോരാട്ടം നമുക്ക് അങ്ങനെ ആരാ പറഞ്ഞത്? നമുക്ക് അല്ല ഞാൻ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞു അല്ല അത് കേൾക്കൂ. അപ്പൊ അങ്ങനെ ഇനി അത് നടന്നതുകൊണ്ട് ഇതും നടക്കട്ടെ എന്നാണ് താങ്കളുടെ നിലപാട് എങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞല്ലോ പാർലമെന്റിൽ അത് കൊണ്ടുപോയില്ലേ, ഇത് കൊണ്ടുപോയില്ല. അപ്പൊ അത് നടന്നതുകൊണ്ട് ഇതും നടക്കട്ടെ എന്ന നിലപാടെങ്കിൽ നമുക്ക് സുപ്രീം കോടതി വരെയെങ്കിലും പോയി ഒരു നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറാണ്. സലീം മടവൂർ തയ്യാറുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ഭാവിയിൽ നിയമത്തിന്റെ വഴിയിൽ കാണാം താങ്കൾ തയ്യാറുണ്ട് എങ്കിൽ. അപ്പൊ അത് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. പിന്നെ ഹമാസ് താങ്കൾക്ക് പോരാളിയാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സലീം മടവൂർ? താങ്കൾ ഇന്ത്യയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് കൊണ്ടാണ്. താങ്കൾക്ക് ഇവിടെ എല്ലാ പരിരക്ഷയും കിട്ടി. താങ്കൾ സമ്പൽ സമൃദ്ധമായി സുരക്ഷിതമായി ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് ഹമാസ് പോരാളിയാകുന്നത്, താലിബാൻ വിസ്മയമാകുന്നത്. പക്ഷേ താങ്കൾ ഈ പറയുന്ന ഹമാസിന്റെയും താലിബാന്റെയും ഒരു നാട്ടിലും ഇങ്ങനെ വന്നിരുന്ന് വാ തുറക്കാനുള്ള അവകാശം അതേത് നാമധാരിയായാലും, സന്ദീപ് വാചസ്പതി എന്നുള്ള ഹൈന്ദവ നാമധാരിയായാലും, സലീം മടവൂരായാലും, ജാമിദ ടീച്ചറായാലും, ആരിഫ് ഹുസൈൻ ആയാലും, അനിൽ നമ്പ്യാരായാലും, ഏത് നാമധാരിയായാലും ഇവിടുന്ന് വാ തുറക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് ലോക ചരിത്രം പഠിച്ചിട്ടുള്ള താങ്കൾക്ക് അറിയാത്തതാണോ? താങ്കൾക്ക് എന്നു മുതലാണ് ഈ ഹമാസ് ഭീകരവാദിയായത്? 4 വോട്ട് ഇവിടുത്തെ മതമൗലികവാദികളുടേത് കിട്ടും എന്നുള്ളത് കൊണ്ടല്ലേ? എന്തിനാണ് സലീം മടവൂർ ഹമാസിനെ പോലുള്ള ഒരു ഭീകര സംഘടനയെ, ഹമാസ് ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ടല്ലോ നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന്, അങ്ങനെയാണോ അതിൻ്റെ ചരിത്രം? നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രവും പലസ്തീന്റെ ചരിത്രവും എടുത്തു നോക്കാം. ഇന്ത്യ മഹാരാജ്യം രണ്ടുപേരുടെയും പരമാധികാരം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. പലസ്തീന്റെ പരമാധികാരം അവിടെ തന്നെ ഉണ്ടാകണം. അതേസമയം ഇസ്രായേലിനും അധികാരമുണ്ട് എന്നാണ് നമ്മുടെ നിലപാട്. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ നടന്ന സംഭവം എന്തായിരുന്നു? ഇസ്രായേലിൽ നടന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിലേക്ക് ഏകപക്ഷീയമായി ആക്രമണം നടത്തിയത് ആരാണ്? ആയിരക്കണക്കിന് നിരപരാധികളെ, അവർ ജൂതന്മാർ മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ളവരുണ്ടായിരുന്നു. നിരപരാധികളെ കൊന്നുതള്ളി, 100 കണക്കിന് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി. അതിനൊക്കെ തിരിച്ചടി കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞിട്ട് കഥയില്ല സർ. അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ നിലപാടാണ്. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയിൽ ഉത്കണ്ഠയുള്ള ഏത് ഭരണകൂടവും സ്വീകരിക്കുന്ന നിലപാടാണ്. സംസ്കാരമുള്ളവരെന്താ ചെയ്യേണ്ടത്? അവനവന്റെ വിശ്വാസവുമായി അവനവന്റെ വീട്ടിൽ കൂടിക്കൊള്ളണം.
വല്ലവന്റെയും നെഞ്ചത്തോട്ട് കയറാൻ വന്നാൽ അതിന് 4 ഇരട്ടിയല്ല 16 ഇരട്ടിയായി ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഇരവാദം പറഞ്ഞ് മോങ്ങരുത്. താങ്കൾ ഈ പറഞ്ഞ താലിബാൻ വിസ്മയമാകുന്ന നാട്ടിലാണ് സർ. ഇന്ന് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവകാശമില്ല. അവർ പുറത്തിറങ്ങണമെങ്കിൽ സഹോദരന്റെയോ ഭർത്താവിന്റെയോ അച്ഛന്റെയോ സംരക്ഷണം വേണം. സംഗീതമില്ല, സാഹിത്യമില്ല, TV ഇല്ല, കായിക വിനോദമില്ല, ഒന്നുമില്ല. ഒരു പെൺകുട്ടി അവളുടെ നഖത്തിൽ ക്യൂടെക്സ് ഇട്ടു എന്ന് പറഞ്ഞ പേരിൽ കയ്യിലെ 10 വിരലുകളും കട്ട് ചെയ്തെടുത്തവരുടെ പേരാണ് സർ താലിബാൻ വിസ്മയം. ആ വിസ്മയമാണോ താങ്കൾക്ക് ഇന്ത്യയിലേക്കും കൊണ്ടുവരേണ്ടത്? അവരെയാണോ താങ്കൾ വെള്ളപൂശി വലിയ മഹാന്മാരെ ചിത്രീകരിക്കുന്നത്? അതുകൊണ്ട് 4 വോട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. പക്ഷെ അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ അങ്ങ് ഒറ്റുകൊടുത്തു കളഞ്ഞേക്കാം. ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഇത് കൊണ്ടുവരണമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? താലിബാൻ ഭരണം ഇന്ത്യയിൽ വരണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പലസ്തീൻ ഭീകരവാദികൾ ഇന്ത്യ ഭരിക്കണമെന്ന് താങ്കൾക്ക് അവകാശമുണ്ടോ? ആരാണ് ഇവിടെ പലസ്തീനെയും താലിബാനെയും പിന്തുണയ്ക്കുന്നത്? SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാടാണോ താങ്കൾക്കുള്ളത്? താങ്കൾ പറയുന്നുണ്ടല്ലോ താങ്കൾ രാഷ്ട്രീയക്കാരനാണ്. എന്ത് രാഷ്ട്രീയമാണ് താങ്കളുടേത്? ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയമാണോ താങ്കളുടേത്? യെസ്, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയതല്ല. അവരുടെ ഫോൺ ഡെഡായതുകൊണ്ടാണ് അവർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് എന്നൊന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ കായംകുളം വിഷയം ചർച്ച ചെയ്തു. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. നോക്കൂ, തൃത്താല ഉറൂസുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളത്ത്, ആ ആനപ്പുറത്തിരുന്നവരെല്ലാം പ്രദർശിപ്പിച്ചത് അന്താരാഷ്ട്ര ഭീകരവാദികളുടെയാണ്. ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല. അത് കൃത്യമായിട്ട് അവരുടെ നേതാക്കന്മാർ ആരൊക്കെയാണ് ഭീകരവാദികൾ എന്ന് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിറം പിടിപ്പിച്ച് പറയുന്നതല്ല. നോക്കൂ, അപ്പോൾ ഇപ്പോഴും ശ്രീ സലീം മടവൂരിനെ പോലുള്ളവർക്ക് അവർ പോരാളികളാണ്. അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഉറൂസിന് ആന എഴുന്നള്ളത്ത് അത് അനിസ്ലാമികമാണ്. പക്ഷേ ഈ നമ്മുടെ ഹമാസ് പോരാളികളുടെ സലീം മടവൂരിൻ്റെ ഭാഷകടമ എടുക്കുകയാണെങ്കിൽ ഈ ഹമാസ് പോരാളികളുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ? അപ്പോൾ ഓക്കെ ആരിഫ് ഹുസൈൻ, എന്തായാലും നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഇനി ജാമിദ് ടീച്ചറും സന്ദീപ് വാചസ്പതിയൊക്കെ പോയി, അവർക്ക് ചില തിരക്ക് കാരണം. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. നമുക്കിത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യാണ്. ഞാനിവിടെ 2 ചിത്രങ്ങൾ ഒന്ന് കാണിക്കാം. അത് വളരെ അത്യാവശ്യം വേണ്ട 2 ചിത്രങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഈ ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 100 നാക്കാണല്ലോ. സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാറുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആളുകളുടെ ചിത്രമാണ് ഈ കണ്ടത്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാണുക. ഞാൻ ഇതിൽ ഈ കാണിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ ആവശ്യപ്പെടുകയാണ് സലീം ഭായിയുടെ അടുത്ത്. അതായത് ഇതിൽ ആരാണ് അൽ താന്തിയ തോപ്പി, ഇതിൽ ആരാണ് അൽ ഗാന്ധിജി, ഇതിൽ ആരാണ് അൽ നെഹ്റു, ഇതിൽ ആരാണ് അൽ ഭഗത് സിംഗ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മുഖം മറച്ച് നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു കോറായിട്ടുള്ള വിശ്വാസം അവർക്കില്ലാത്തത്? അവർക്കുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് അവർ മുഖം മറച്ച് നടക്കുന്നത്? അവർ എന്താ പറയുക, യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ മുഖം പുറത്ത് കാണിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ ഒരു ദുരുദ്ദേശവുമില്ല, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് 100% അല്ല 200% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുഖം മറച്ചാണോ ഈ പണിക്ക് ഇറങ്ങേണ്ടത്? എന്താ അതിൻ്റെ ആവശ്യം? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന സാധനം മൊത്തത്തിൽ കള്ളത്തരമാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നു ഇവർ സ്വാതന്ത്ര്യ സമരമാണ്, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇവിടെ സലീം മടവൂർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഈ നമ്മളെ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ കുറിച്ചൊക്കെ. ഞാൻ ചോദിക്കുന്നു, ഹമാസിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എവിടെയാണ് ഈ 2ാമത്തെ സ്റ്റേറ്റ്? ആ 2ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേൽ അവിടെ ഉണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി ഇത് സംബന്ധിച്ച് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. ഇതിൽ എന്തുകൊണ്ട് ഇപ്പോൾ
തൃത്താലയിൽ അങ്ങനെ എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി, ഈ പറയുന്ന ആളുകളുടെ ചിത്രങ്ങൾ. അതല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സലീം അടവിനെ പോലുള്ള ആളുകൾക്ക് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറയാൻ അവസരം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പഴി ഞാൻ വെച്ചു കൊടുക്കുക അത് ഇവിടുത്തെ BJP കേന്ദ്ര സർക്കാരിനാണ്. കാരണം ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആളുകൾക്ക് വളം ആകുന്നത്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് ലോകത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾ, ഒന്ന് അമേരിക്ക തന്നെയാണ്, രണ്ട് കാനഡയാണ്, യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ, ഓസ്ട്രേലിയ, ഇസ്രായേൽ പിന്നെ പറയണ്ട, ജപ്പാൻ, അതുപോലെ ന്യൂസിലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളും അതിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. UAE കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. UAE എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഹമാസ് നിങ്ങൾ ഇറങ്ങണം, താഴെ ഇറങ്ങണം, നിങ്ങളുമായിട്ടുള്ള സഹകരണത്തിന് അവർക്കും താല്പര്യമില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇനി ഹമാസിനെ കുറിച്ച് ഗാസയിലുള്ള ആളുകൾ എന്താ പറയുന്നത്? അവർക്കുണ്ടോ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുള്ളൊരു അഭിപ്രായം? അതുമില്ല, ലോകത്ത് ആർക്കും ഇല്ല. അവർ തന്നെ കാണുന്നത് ഈ പറയുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ഈ തരം കൂട്ടാളികൾക്ക് ഈ തൊരപ്പൻ പണി, ഈ ഗുഹ പണിത് അതിനകത്ത് ഇരുന്നിട്ട് ഈ വാണം വിടുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പേര് വെച്ചു കൊടുക്കുന്നത് നാണം ഉണ്ടോ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് എത്ര തവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള തൊരപ്പൻ പണിയെടുക്കുന്ന ആളുകൾക്ക് ഫാൻ ബേസ് ഉണ്ടാക്കുന്നതിനുള്ള ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അതിനെ ഡീലിസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു മാതൃകാപരമായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശിക്ഷ കൊടുക്കുന്ന അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ ഇത് തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് എന്ന് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാതെ ഈ തരം ആളുകൾ നടത്തുന്ന ലോബിയിങ്ങിലോ അതല്ലെങ്കിൽ അവർ നടത്തുന്ന ഇത്തരം ഈ വിഷയത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പരിപാടിയിലേക്കോ പെട്ടുപോകുന്ന ഒരവസ്ഥയും തടയണമെന്നുണ്ടെങ്കിൽ, സാധാരണ വിശ്വാസികളെ ഈ വിക്ടിം കാർഡ് ഇറക്കി അതിലേക്ക് ആകർഷിക്കുന്ന പരിപാടിക്ക് തടയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിർബന്ധമാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. കാരണം എന്താണ്? പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി അത് ശരിയാണ് എന്ന് ധരിപ്പിക്കുന്ന ഒരു പക്ഷം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷം പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർക്ക് ഒറ്റ ശ്വാസത്തിൽ അവർ തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥ അതിനെ മുതലെടുക്കുന്നുണ്ട് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വഴി വെക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? ആ നിരോധനത്തിലൂടെയാണ്. എന്ന് പറഞ്ഞ പോലെ ഹമാസിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു, തീവ്രവാദ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെ നേരത്തെ ടീച്ചറും ഇവിടെ സൂചിപ്പിച്ചു, നമ്മളുടെ ഡൽഹിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഹൽക്ക നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരുന്നിട്ട് ആളുകൾ പറയുന്നത് എന്താണ്? യഹിയ സിൻവർ കാണിച്ച ആ ഒരു സംഗതിയുടെ ഒരു 10-1 നമ്മൾ കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ തീവ്രവാദത്തിലേക്കാണ് ഈ ക്ഷണിക്കുന്നത്. ഞാൻ പറയാണ്, ഇതേപോലെയുള്ള ഹൽക്കകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഒരു കാലത്ത് ഞാനും. ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഹൽക്കകളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലെ ചെറിയ കൂട്ടങ്ങളിൽ അവിടെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനാധിപത്യം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, നിങ്ങൾ ഇലക്ഷന് നിൽക്കരുത്, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നിരുന്ന ഹൽക്കകളിൽ നമുക്ക് മോളെ ഉള്ളതുകൊണ്ട് അതിനകത്ത് പെട്ടുപോയില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, അവർക്ക് അതിനകത്ത് പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങളിൽ മലയാളികൾ പെടുന്നു, ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു, മതം മാറ്റപ്പെടുന്നു, ഇതെല്ലാം അതിൽ സംഭവിക്കുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ചെയ്യാത്തതിന്റെ കൂടിയും ഒരു പഴിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത്തരം സംഘടനകളെ തീവ്രവാദ കൂട്ടമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് വരേക്കേ ഉള്ളൂ. അതുവരേക്കും നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാം. അതുവരേക്കും നിങ്ങൾക്ക് ഈ മുഖം മറച്ച് നടക്കുന്ന സ്വന്തം ലക്ഷ്യം എന്താണ് എന്ന് പോലും പച്ചയ്ക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ തൊരപ്പന്മാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ ചിത്രീകരിക്കാം തൽക്കാലത്തേക്ക്. അത് തൽക്കാലം നമ്മൾ അങ്ങ് അനുവദിച്ചു തരുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയണം. ഇനി ഒരു കാര്യം കൂടി, നമ്മളുടെ മറ്റേ ചെയർപേഴ്സൺ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അവരുടെ ആ ഒരു നിഷ്കളങ്കത ഈ പ്രകടിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥ നമ്മളിവിടെ കണ്ടതാണ്. ആ ഒരു രീതി ഇത് മറ്റൊരു തന്ത്രമാണ്, ഇത്തരം വിഷയങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം. അവിടെ സംഭവിക്കുന്ന എന്താണ്? നമ്മളിവിടെ ഉയർത്തിയ വിഷയം അവിടെ പ്രാർത്ഥന നടത്തി എന്നതിനേക്കാൾ ഉപരി അത് നടന്നിട്ട് ഇത് അറിഞ്ഞിട്ടും അതിനോട് അവർ അപലപിക്കുന്ന രീതി നമ്മൾ എടുത്ത് എന്താണ് അവർ തന്നെ ഉപയോഗിച്ച വാക്ക് ഇടിച്ചു പൊളിച്ച് വന്നേനെ DYFIക്കാരെന്നാണ് അവർ പറഞ്ഞത്. ഇത് അറിഞ്ഞിട്ടുമെങ്കിൽ അറിഞ്ഞിട്ടിപ്പോ 24 മണിക്കൂർ ആവാറായിട്ട് ഇതുവരെ ആരും ഇടിച്ചു പൊളിച്ച് വന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ വേണ്ടതെല്ലാം ചെയ്യാനുള്ള ത്രാണിയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കോഴിക്കോട് ആരിഫ് ഹുസൈൻ
നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് ഗണപതി ഹോമം നടത്തിയപ്പോൾ അതാ ഞാൻ പറയാൻ ആ മാനേജരെ പൊക്കി കൊണ്ടുപോയി തൊട്ടിൽപ്പാലം പോലീസ്. അതെ, അതാ ഞാൻ പറയാൻ വന്നത്. അതായത് കോഴിക്കോട് നടന്ന വിഷയത്തിൽ അവർ ഇടിച്ചു പൊളിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കുകയും എന്നിട്ട് ഇതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സാധനം, സമയമെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന സാധനം അവിടെ മാറ്റി വെക്കുകയും ഇവിടെ ആ ഒരു ലെവലിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇടിച്ചു പൊളിച്ച് വരൽ തൽക്കാലം അങ്ങ് അവധിക്ക് വെക്കുന്ന ഒരു പ്രവണത. അതെന്തിന്റെ പേരില? മുട്ട് വരച്ചിട്ടാണ്. ഇസ്ലാമിനെ കാണുമ്പോൾ മുട്ട് വരയ്ക്കും, ഇസ്ലാമിന്റെ രീതികളെ കാണുമ്പോൾ മുട്ട് വരയ്ക്കും. അതിന്റെ വ്യക്തികളെ പിണക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രീണന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൽ വരുന്നത്. സലീം അടവൂർ നേരത്തെ പറഞ്ഞു മതം, ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. സലീം അടവൂർ ഇവിടെ മതം പറഞ്ഞു. സലീം അടവൂർ പറഞ്ഞു ഉറൂസ് അനിസ്ലാമികമാണെന്ന് പറഞ്ഞത് എന്താണ്? മതവിധിയല്ലേ? അത് ഇവിടുത്തെ സലഫികൾ പറയുന്ന കാര്യമല്ലേ? അത് പ്യൂരിറ്റാനിസം അല്ലേ? അത് ഇസ്ലാമിന്റെ വിധി. ഇസ്ലാമിലില്ല എന്ന് ആന എഴുന്നള്ളിപ്പും ഉറൂസും മണ്ണാങ്കട്ടയൊന്നും ഇസ്ലാമിലില്ല. ആന എഴുന്നള്ളിപ്പ് എന്നാ ഞാൻ പറഞ്ഞത്. എന്ത് തന്നെ ആയാലും അത് ഇസ്ലാമിലല്ല, അനിസ്ലാമികമാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഒരു സാധനം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് പറയുന്നത്. ആന എഴുന്നള്ളിപ്പ് അതുപോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാം മതം ഞാൻ പഠിച്ചെടുത്ത് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ശരി, അത് ഞാൻ പറഞ്ഞു. എന്തായാലും ആ വാദം ഇവിടുത്തെ പ്യൂരിറ്റാനിസം കൊണ്ട് നടക്കുന്ന സലഫികൾ പറയുന്ന സാധനമാണ്. അത് തന്നെയാണ് നിങ്ങളിവിടെ പറയുന്നത്. ഇത് ഞങ്ങളാരും കണ്ട ഇസ്ലാമിൽ അതില്ല, അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് അവര്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല എന്നും കൂടി അവർ അവസാനം പറയും. നിങ്ങൾ അത് മാത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കട്ടെ. എന്തായാലും നിങ്ങൾ പറഞ്ഞത് പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ഒരു വകഭേദം തന്നെയാണ്. അവസാനത്തെ സെന്റൻസ് പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ അത് വരാതിരിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മളുടെ നാട്ടിലെ ഒരു ശീലമായിട്ട്, എൻ്റെയൊക്കെ പഴയ തറവാട്ടിൽ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കും, അപ്പുറത്ത് ഹിന്ദുക്കൾ കത്തിക്കുന്നു, നമ്മളും കത്തിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ സലഫികൾ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും കത്തിക്കാൻ പാടില്ല, അതൊക്കെ ബിദ്അത്താണ്, അത് ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കത്തിക്കൽ നിർത്തി. നമ്മൾ പഠിച്ച മതത്തിൽ അതില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. ഇത് തന്നെയാണ് നിങ്ങളും പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ പ്യൂരിറ്റൻ ഇസ്ലാം അവിടെ കടന്നു വരുന്നു, നിങ്ങൾ മതവിധി പറയുന്ന ആളുകളായിട്ട് മാറുന്നു. ഞാൻ ചോദിക്കും, നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ, അത് നാടിന്റെ ഒരു ചരിത്രമല്ലേ, അവരുടെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ലേ, അത് ചെയ്തോട്ടെ. പക്ഷെ എന്നാലും തീവ്രവാദികളുടെ ചിത്രം വെച്ചതിന്റെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് പറ്റില്ല, തീവ്രവാദികളാണ്, അത് നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ്, തീവ്രവാദത്തെയും തീവ്രവാദികളെയും അത് ചെയ്യാൻ പാടില്ല. നിങ്ങളതല്ല പറഞ്ഞത്. അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ടത് ഇത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനിൽ നിന്നും ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു മദ്രസ അധ്യാപകനായിട്ട് മാറിപ്പോയി എന്നതാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ച് കേട്ടറിഞ്ഞെടുത്ത് ഇസ്ലാം മതത്തിൽ ഇത്തരം ഉറൂസിൽ ആന എഴുന്നള്ളിപ്പും ഇത്തരം ആഘോഷങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇസ്ലാം മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും നടത്തിയെടുത്ത് ഈ ഹമാസിന്റെ ചിത്രം അവിടെ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിത്രം ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹമാസിനെ നിങ്ങൾ ഇതിന്റെ കൂടെ തീവ്രവാദം എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദമാണെന്നുള്ള അഭിപ്രായം, അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തീവ്രവാദമാണെങ്കിൽ അതിനെ അംഗീകരിക്കാം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു തനി ഭീകരവാദ പ്രസ്ഥാനമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ ഞാൻ പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു, അവരിവിടെ കുറെ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് എല്ലാവരുടെയും സ്വത്ത് കൈവശപ്പെടുത്തി അവരെ കൊണ്ട് ഇവിടെ കുടിയിരുത്തുന്ന ഏർപ്പാട് അവർ ചെയ്തിട്ടില്ല. അവർ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയെന്നല്ലാതെ ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കവർന്നെടുക്കുകയോ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ സ്വത്ത് പിടിച്ചെടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അവരിവിടെ ഒന്ന് ഭരണം നടത്തി, ഇന്ത്യയുടെ വികസനം നടത്തി, ഈ രാജ്യത്ത് മതേതര ചിന്താഗതിക്ക് കാര്യമായ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബ്രിട്ടീഷുകാർ മതപരമായി ഇവിടെ എന്താ പറയുക വിവേചനം അമിതമായി ചെയ്തിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്വത്ത് കവർന്നുകൊണ്ട് അതിനാണ് നമ്മൾ സമരം ചെയ്തത്. അതേസമയത്ത് ഇസ്രായേൽ എന്താ ചെയ്തത്? ഞാൻ പറയട്ടെ, ഇസ്രായേൽ ഞാൻ ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നമ്മുടെ ഇന്ത്യയുടെ ഞാൻ പറയട്ടെ, ഇവിടെ ഇസ്രായേൽ എന്താ ചെയ്തത്? ജൂതന്മാരെ ഓരോ ദിവസം സിയോണിസ്റ്റ് ജൂതന്മാരെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരു വിഭാഗം ജൂതന്മാരായ ആളുകൾ അവിടെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. സിയോണിസ്റ്റുകളായ ആളുകളെ അവിടുത്തെ പലസ്തീൻകാർ താമസിക്കുന്ന വീടുകളും കൃഷിസ്ഥലങ്ങളും കയ്യേറാൻ പ്രേരിപ്പിക്കുകയും ഓരോ ദിവസവും സെറ്റിൽമെന്റുകൾ പുതിയത് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹമാസ് ആണ് പ്രശ്നമെങ്കിൽ എന്തിന് വെസ്റ്റ് ബാങ്കിലെ ഈ സമരത്തിൽ ഒന്നുമില്ലാത്ത ഹമാസിന്റെ ഭാഗമല്ലാത്ത ഫത്താ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുന്നത് എന്തിനാണ്? അവിടെയും ബോംബിടുന്നുണ്ടല്ലോ.
അവിടെ അക്രമം നടത്തുന്നുണ്ടല്ലോ, അവിടെ കുടിയേറ്റം നടത്തുന്നുണ്ടല്ലോ, അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ടല്ലോ, അവിടെയുള്ള കൃഷിസ്ഥലങ്ങൾ കയ്യേറുന്നുണ്ടല്ലോ. എന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഇത് ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ഭീകര സംഘടനയുടെ, ഒരു ഭീകര രാജ്യത്തിനെതിരായ പോരാട്ടമാണ്. അതിനവർ ആയുധം എടുത്തിരിക്കും. അവർക്ക് മുഖം മൂടാതെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം ആളുകൾ താമസിക്കുന്ന വട്ടത്ത് താമസിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും അവർ കൊന്നൊടുക്കും. ഭയമുണ്ട്, ജീവനിൽ ഭയമുണ്ട്. കൊച്ചു കുട്ടികളെ പോലും നിഷ്കരണം കൊന്നൊടുക്കുന്ന, ബോംബിട്ട് കൊല്ലതപ്പോ ട്രംപ് പറഞ്ഞിരിക്കുന്നു എല്ലാം കത്തിച്ചു കളയും, നരകം ഉണ്ടാക്കുന്ന പറഞ്ഞത്. ആ ജനങ്ങളെ മുഴുവൻ ഒഴിവാക്കുന്ന പറഞ്ഞത്. നടന്നില്ലല്ലോ. ശനിയാഴ്ച കഴിഞ്ഞാൽ എല്ലാം കത്തിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ പറഞ്ഞിരുന്നല്ലോ. ഈ നിമിഷം വരെ ഒന്നും നടന്നില്ലല്ലോ. എത്ര ലോകത്ത് ഏറ്റവും വലിയ ചാരക്കണ്ണുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ബന്ദികൾ 1.5 കൊല്ലമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. പരാജയപ്പെട്ടില്ലേ? ഇപ്പോഴും ഇവരൊക്കെ എവിടുന്ന് വരുന്നു, എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? സാധിച്ചില്ല. ചാരവാക്കി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നിന്ന് ഈ ആളുകൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. 3-4 ആള്. ആ 4 ആൾക്ക് വേണ്ടി 300-400 ആളുകളെ പരസ്പരം വിട്ടുകൊടുക്കുകയാണ്. നിരപരാധികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആളുകൾ അവർ ഇസ്രായേൽ കൊടുത്ത യൂണിഫോം പോലും കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ആ ധീരമായ പോരാട്ടം അവർ നടത്തുന്നു. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു. എന്താ സംശയം? കാരണം ആ ജനങ്ങളെ, വീടുകൾ നശിപ്പിച്ച് അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് അവരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേല്. നീതിപൂർവം ബിൽ ക്ലിന്റണും അതേപോലെ തന്നെ യാസർ അറഫാത്തും ഒക്കെ തന്നെ ഒപ്പിട്ട, ഇഷാഖ് റബീനും ഒക്കെ ചേർന്നുകൊണ്ട് ഒപ്പിട്ട സമാധാന കരാർ നടപ്പിലാക്കാതെ അവിടെ കുഴപ്പമുണ്ടാക്കി, അവിടെ സമാധാനം ഒരിക്കലും വരരുതെന്ന് നിർബന്ധമുള്ള ഇസ്രായേൽ അവിടെ ഓരോ ദിവസവും കുഴപ്പമുണ്ടാക്കുകയാണ്. പുതിയ സെറ്റിൽമെന്റ് കോളനികൾ സൃഷ്ടിക്കുകയാണ്. ആളുകളെ കൊന്നൊടുക്കുന്നു, ബോംബിടുന്നു, ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് ഹമാസ് വീണ്ടും പൊങ്ങി വന്നത്. ഫത്താഹ് പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ ഹമാസ് എന്ന് പറയുന്ന അല്പം കൂടെ തീവ്രവാദ പ്രസ്ഥാനം വന്നു. അത് ആരുടെ കുറ്റമാണ്? ആ സമാധാനത്തിന് തുരങ്കം വെച്ച ഇസ്രായേലിന്റെ കുറ്റമാണ്. ഇത് തീരുന്നില്ല. ഇനി തൃത്താലയില് ഞാൻ പറഞ്ഞു തീർത്തോളാം. തൃത്താലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മതപരമായ വിധി പറയാൻ ഞാനാണ്. പക്ഷേ ഈ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആഘോഷമൊന്നും ഞാൻ പഠിച്ച സ്ഥലത്ത് കണ്ട ഇത് ഇത്തരത്തിലുള്ള ഉറൂസ് അത്തരത്തിലാണ്. ഉറൂസ് എന്ന് ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ മരിച്ച ദിവസത്തിൽ ആളുകൾ വരുന്നു, ഒന്നിച്ച് പ്രാർത്ഥന, അവരുടെ ശ്രേഷ്ഠത കൊണ്ട്, അവരോടല്ല പ്രാർത്ഥന, അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഉള്ള പ്രാർത്ഥന ആ സ്ഥലത്ത് വന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിക ചര്യ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചു വെച്ചതും. ഞാൻ അതിന്റെ വക്താവായിട്ട് സംസാരിക്കാനോ അതൊന്നും എനിക്കറിയില്ല. കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിന്റെ പൊളിറ്റിക്കലായി എനിക്ക് അറിയാവുന്ന കാര്യം പങ്കുവെച്ചതാണ്. ഏതെങ്കിലും സമരം നെടുമണ്ണൂർ LP സ്കൂളിൽ അന്ന് പോലീസ് എത്ര പെട്ടെന്ന് ഇടപെട്ടത്, ആ മാനേജറെ പിടിച്ചോണ്ട് പോയി. പങ്കെടുത്ത ചടങ്ങ് അനിൽ നമ്പ്യാരെ ചോദ്യം മനസ്സിലായി. അത് ഒന്ന് എയ്ഡഡ് സ്കൂളാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മതപരമായ ചടങ്ങ് നടത്തിയപ്പോൾ ആളുകൾ സമരം ചെയ്തപ്പോൾ പലതും കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ പറയട്ടെ ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ വാർത്തയിൽ എന്ന് പറഞ്ഞത്. ജനകീയ കേന്ദ്രത്തിന്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച് സംസ്ഥാനം, അപ്പൊ അത് പൊളിച്ചാൽ കേന്ദ്രത്തിന് നഷ്ടം, നിങ്ങൾ പൊളിക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കെട്ടിടം പൊളിക്കണമെന്നാണ് പറയുന്നത്. കെട്ടിടം പൊളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മതപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി വേണം. അതിന് ആരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് അവർക്കെതിരെ നടപടി വേണം. അനങ്ങാത്തത് വേണം, കൗൺസിലർക്കെതിരെ നടപടി വേണം. അവിടെ പോയിട്ട് ഈ ചടങ്ങ് നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണം. ആരെതിരെ? ഞാനത് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് ഒരിക്കലും പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പോലീസല്ലേ? അല്ല, പോലീസ് നടപടി എടുക്കണോ? നിങ്ങളുടെ പോലീസല്ലേ? അവിടെ ഇത്തരത്തിലൊരു മതചടങ്ങ് അല്ല, സമയാവുന്നല്ലോ, നടപടി എടുക്കട്ടെ. ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നു, ഞാൻ എന്റെ പൊളിറ്റിക്കൽ നിലപാട് പറയുന്നു. ഒരു സർക്കാർ കെട്ടിടത്തിൽ മതപരമായ പ്രാർത്ഥനയും ചടങ്ങും ചെയ്തത് അത്യധികം അപലപനീയമാണ്, അംഗീകരിക്കാൻ കഴിയില്ല, തെറ്റാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, ചെയ്തത് വലിയ തെറ്റാണ്. ആ കൗൺസിലർക്കെതിരെ നടപടി എടുക്കണം. ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അതൊരു മതേതര രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അത് വളരെ വ്യക്തമാണല്ലോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റ് അത് നേരത്തെ പറഞ്ഞല്ലോ. വിളക്കിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടുണ്ട്. അത് നമ്മുടെ ഇസ്ലാം മതം പറയുന്നത് ഓരോ പ്രവർത്തനവും ഞാൻ പഠിച്ചു വെച്ചതായിട്ട് പറയുന്നത്. ഓരോരുത്തരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം അതിനനുസരിച്ചാണ്. ഞാൻ പലപ്പോഴും വിളക്ക് കത്തിക്കാറുണ്ട്. അതെന്തുകൊണ്ട്? ഒരു പ്രകാശം വന്നുകൊണ്ട്, ഇരുട്ടിൽ ഒരു വെളിച്ചം കത്തിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ കത്തിക്കാറുണ്ട്. എനിക്ക് യാതൊരു തടസ്സമില്ല പറയുന്നതിന്. ഞാൻ കത്തിക്കാൻ അടുത്ത ദിവസം ഒരു ചടങ്ങിൽ ഞാൻ കത്തിച്ചിട്ടുണ്ട്. അതിനൊന്നും എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. ഇവിടെ എന്താ പ്രശ്നം? സന്യാസിമാർ
ഏതാണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് പിന്നെ നാളെ ആ വിവാദം ഉണ്ടാക്കും. ഏതായാലും സന്യാസിമാർ വന്ന രീതി നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നത്, അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ, മുഖ്യമന്ത്രി വന്നിരിക്കുന്ന മീറ്റിംഗിൽ ഇത്തരം സന്യാസിമാർ വന്നുകൊണ്ട് അത്തരം ചടങ്ങുകൾ നടത്തുന്നത് തെറ്റാണ്. അതും തെറ്റാണ്. ആ തെറ്റ് കണ്ട് മറ്റൊരാൾ മറ്റൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ട്, അത് വലിയ അപലപനീയമാണ്. ഇതൊന്നും ശരിയല്ല. മതത്തിൽ ഇവിടെ ഒന്നും ഒരു റോളും ഇല്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ മതത്തിന്റെ പണിയും രാഷ്ട്രീയ പാർട്ടികളുടെ പണിയും എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഒന്നായാൽ വലിയ പ്രയാസമാണ്. സലീം മടവൂർ ഇപ്പോൾ താങ്കളിപ്പോ ഓക്കെ അത് പാടില്ല എന്ന് പറയുന്നു. നോക്കൂ, പക്ഷേ ഇവിടെ ഒരു മതം എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല സാർ. അവിടെയാണ് എനിക്ക് താങ്കളോട് വിയോജിപ്പ്. ഇത് തിരിച്ചാണെങ്കിൽ ഇവിടെ ഒന്നും അല്ല. ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ പാർലമെന്റ് ചെയ്തതും ഈ ആലപ്പുഴയിലെ കായംകുളത്ത് മുനിസിപ്പാലിറ്റി ചെയ്തതും ഒരു മതമല്ലല്ലോ. ഹിന്ദു മതം മുസ്ലിം മതം അല്ലല്ലോ തെറ്റ് ചെയ്തത്. അതിന്റെ ചില വക്താക്കൾ എന്ന് പറയുന്ന ആളുകളാണ് തെറ്റ് ചെയ്തത്. ഭരണപക്ഷത്തിരിക്കുന്നവർ, മന്ത്രിയാവട്ടെ, MLA ആവട്ടെ, കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ആവട്ടെ, ആരും ഇതിൽ പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ സാർ? അല്ല, മതത്തിന്റെ വക്താക്കളായതുകൊണ്ടല്ലേ? അല്ല, കേരളത്തിൽ കാണുന്ന സ്ഥിതിവിശേഷം അല്ലേ ഇത്? അല്ലാന്ന് പറയാൻ പറ്റുമോ സലീം? അല്ല, അനിൽ നമ്പ്യാരെ, ഡൽഹിയിൽ മതത്തെ ചൂഷണം ചെയ്ത് മുതലെടുപ്പ് നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കായംകുളത്ത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൗൺസിലറാണ് ശ്രമിച്ചത്. ഇത് രണ്ടും വലിയ ആള് ചെയ്തത് ശരിയും ചെറിയ ആള് ചെയ്ത് തെറ്റ്, രണ്ടും തെറ്റാണ്. അത് മുസ്ലിം ലീഗിന്റെ മാത്രം പെരടിക്ക് കൊണ്ടുപോയി കിട്ടേണ്ട ആവശ്യമില്ല. അത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എന്ന് ഒരുപക്ഷെ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തെളിയും. പക്ഷെ നിങ്ങൾ ഇത് എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റില്ലല്ലോ. ആരിഫ് ഹുസൈൻ, എന്തായാലും ഇത് ഇസ്ലാം മതപ്രീണനത്തിൻ്റെ ആകത്തുകയല്ലേ അല്ലേ? അങ്ങനെയല്ലേ ഇത് കാണാൻ പോകുന്നത്? മാത്രമല്ല, ഈ പ്രീണനം ദിവസം തോറും അതിര് കടക്കുന്നു. ഈ പ്രാർത്ഥന നടത്തിയത് പ്രീണനം എന്നതിനേക്കാൾ ഉപരി ഈ പ്രാർത്ഥന നടത്തിയിട്ടും ഇതിനെ അപലപിക്കാതിരിക്കുന്നതും അതല്ലെങ്കിൽ ഇതിലൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ, ഇതൊരു ലോക്കൽ ഇഷ്യൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കിത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ഏത്തീസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു സെക്യുലർ വാദി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് മതത്തിന്റെ എക്സിബിഷനിസം അത് ഏത് മതമായാലും പാടില്ല എന്ന് നമ്മൾ പറയുന്നു. അത് ഏത് മതത്തിനും ബാധകമാണ്. അത് സർവ്വമതം ആയിട്ട് ചെയ്യുന്നതായാലും ശരി, ഏതെങ്കിലും ഒരു മതമായിട്ട് ചെയ്യുന്നതായാലും ശരി, അത് രണ്ടും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത് സെക്യുലറിസത്തിന് എതിരാണത്. ബേസിക്കലി അത് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇത് മറ്റു ചില മതങ്ങൾക്ക് അത് കൂടുതലെടുത്ത് പ്രയോഗിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടാക്കി വെക്കും എന്നും കൂടിയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെയാണ് ഇതിൽ ഒരു വിഷയമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഈ ഹമാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും കാണുന്നത് ഈ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ അവിടെ ആ ബന്ദികളെ നിങ്ങൾ റഡാർ സംവിധാനം ഉണ്ടായിട്ടും നിങ്ങൾക്ക് തപ്പിപ്പിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതിനകത്തൊരു ഒരു വീരവാദം നമുക്ക് അവിടെ സെൻസ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ആ ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് കൊണ്ടല്ലേ ഈ പറയുന്ന ഗാസക്കാർ ഇന്ന് ഈ പറയുന്ന ഒരു വിഷയത്തിലേക്ക് തള്ളിയിടപ്പെട്ടത്? ഇതെന്ത് ആവശ്യമാണ് അതിനുണ്ടായിരുന്നത്? ആ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം ഇതുപോലുള്ള മനുഷ്യന്മാരുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ആ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അവർ ഈ വീരവാദം പറയണത്, അതായത് ഭീകരവാദികൾ നടത്തുന്ന ഭീകരവാദത്തിന്റെ മേന്മ പറയാൻ. ഒസാമ ബിൻ ലാദനെ ഇവിടെ ചിത്രീകരിച്ചത് കനൽ പദങ്ങളിലെ സിംഹം എന്ന് തന്നെയാണ് ഇവിടെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ AP വിഭാഗം സെൻസിംഗ് എന്ന് പറയുന്ന മാസികയിൽ എഴുതി പിടിപ്പിച്ച തലക്കെട്ടാണത്. ഒസാമ ബിൻ ലാദന്റെ ചിത്രവും കൊടുത്തിട്ട് അതിന്റെ മറ്റൊരു വകഭേദ അതേ നമ്മളിവിടെ സലീം മടവൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഭീകരവാദിക്ക് വേണ്ടിയിട്ട് വീരചരിതം പറയുന്ന കഴുകന്മാർ, അത്രേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ. അവർ ഒഴുക്കുന്ന മുതലക്കണ്ണീര്, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ നിലവിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ അശ്ലീലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനോടൊന്നും നമുക്ക് പ്രതികരിച്ച് നമ്മൾ മടുത്തു, നമുക്ക് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം ഇത് കാണുമ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പും ഈ ഒരു തരത്തിലുള്ള ഈ വിക്ടിം കാർഡ് കളിക്കുകയും തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒത്താശപാടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് ശരിയല്ല. കാരണം ഇത് നമ്മുടെ നാടിനും ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്ന് ഒരു തീവ്രവാദ കൂട്ടം പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ ഇവർ അതിനെയും പിന്താങ്ങില്ലേ? അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താവുമ്പോൾ ഒരു വിഷയമുണ്ടായാൽ ജനാധിപത്യ രീതിയിലാണ് അതിനെ പരിഹരിക്കേണ്ടത്. അതിന് പകരം അത് ഇതുപോലെ ഒരു വലിയ ഒരു അട്ടിമറിയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സായുധ പോരാട്ടത്തിലൂടെയൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അതിനെയും
വിശേഷിപ്പിച്ച് വലിയ തോതിൽ വീരവാദമാക്കി പാടാൻ ഇവർ അന്നും മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. കാരണം ഇവർ ചെയ്തു വെക്കുന്നത് നമുക്ക് തരുന്ന സൂചന ഭീകരവാദിക്ക് പാട്ടുപാടി കൊട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് തന്നെയാണ്. അത് നമുക്ക് പ്രശ്നമാണ്. നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കണം തന്നെയാണ് ഞാൻ പറയാം. ഇനി ഇദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമരം. വീണ്ടും ചോദിക്കുകയാണ്, ഈ പറയുന്ന വിഷയം ഇത്ര നാൾ നീണ്ടുപോകാനുള്ള കാരണം എന്താണ്? അവിടെ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനത്തെ പാലസ്തീനിയൻ അല്ലെങ്കിൽ അറബ് ആ സൈഡ് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാനേ പാടില്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് അത് സാധിക്കുക? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഫ്രം റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നാണ്. അതിനതൊരു ജൂതരാഷ്ട്രമില്ല. അവസാനത്തെ ജൂതനെ കൊന്നു തള്ളിയിട്ടല്ലാതെ ഇവിടെ ഒരു ലോകാവസാനം സംഭവിക്കില്ല എന്ന് പഠിക്കുകയും അതും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ അവര് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഐഡിയൽ അവർക്കില്ല എന്നുള്ള ആ ഒരു മിനിമം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നഴ്സുമാർ പറഞ്ഞത്, ജൂതൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചികിത്സിക്കില്ല, അവന് വേണ്ട ചികിത്സ ഞാൻ കൊടുക്കില്ല, അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് അവിടുന്ന് ഇടപെടുകയല്ലേ ചെയ്തത്. ഇതാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ഇതൊന്നും അറിയാതെ ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യാനും അതിനെ നമ്മൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും സാധിക്കാതെ നിങ്ങളുടെ കുറേ വിഷ്വൽ തിങ്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ ഐഡിയൽസ് അവരിലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് അതെങ്ങനെയാണ് അവരുടെ ഐഡിയൽ ആവുക? അവരുടെ ഐഡിയൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോയാലല്ലാതെ ഈ വിഷയത്തിന് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളെപ്പോലെയുള്ള ഈ കൈയടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൽ തീവ്രവാദിക്ക് വളം വെക്കുന്നതും തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതും ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇത് കൂടുതൽ വ്രണമാകുന്നതിന് കാരണമാകുന്നതും. ഓക്കെ, എന്തായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറ്റ്യാടിയിലെ സ്വകാര്യ വിദ്യാലയത്തിൽ ഗണപതി ഹോമം നടത്തിയപ്പോൾ CPM-ഉം DYFIയും ഇടപെടുന്നു, അലങ്കോലപ്പെടുത്തുന്നു. പോലീസ് സ്ഥലത്തെത്തി മാനേജറെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അടുത്ത ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. നോക്കൂ, കായംകുളത്ത് റാത്തിബ് നടത്തിയിട്ട് 24 മണിക്കൂർ ആവുന്നു. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ അതറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ അതിൽ പങ്കെടുത്ത മന്ത്രി MLA, ആ ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി MLA അവർ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണ്, ഇത് മതപ്രീണനമാണ്. അത് തുറന്ന് കാട്ടപ്പെടുക തന്നെ ചെയ്യും. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.